എന്തുകൊണ്ടാണ് ഗോൾവാൾക്കറുടെ പുസ്തകത്തിനകത്ത് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ എന്നുള്ളതിൻ്റെ കൂടെ കമ്മ്യൂണിസ്റ്റുകാർ ശത്രുക്കളാണെന്ന് എഴുതി വെച്ചത്? കമ്മ്യൂണിസ്റ്റുകാരാണ് എല്ലാ മനുഷ്യരും സമന്മാരാണെന്നുള്ള വാദം ഉന്നയിക്കുന്നത്. എല്ലാ ഫാസിസ്റ്റുകളുടെയും നോട്ടം മനുഷ്യരെ പരമാവധി ഓരോ സെക്ടറാക്കിയിട്ട് വേർതിരിച്ച് വെച്ചിട്ട് അത് ഓരോന്നിനെയും തങ്ങളിലേക്ക് അടുപ്പിച്ചിട്ട് അവർ വഴി അധികാരത്തിലെത്തുക, ജാതീയമായി വേർതിരിക്കുക, മതപരമായി ഒന്നിപ്പിക്കുക, എന്നിട്ട് അവരെ ചവിട്ടി അധികാരത്തിലെത്തുക. ഇത് അതിസമർത്ഥമായ തന്ത്രമാണ്. കോടിക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ച് എല്ലാ മാധ്യമങ്ങളെയും വിലക്കെടുത്ത് അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഇടതുപക്ഷത്തിനെതിരെ നുണപ്രചരണങ്ങൾ നടത്താൻ അവർക്ക് സാധിക്കുന്നു. ഈ ആളുകളെ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെന്ന് പറയുമ്പോൾ ആരാ? നേതൃത്വമാണ്. ആളുകൾ ഈ ഒഴുക്കിനും ഓളത്തിനും അങ്ങ് വിളിച്ചല്ലോ സ്വർണം കട്ടവരാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. അപ്പോൾ നാട്ടിൻപുറത്ത് കാണുന്ന ഓരോ സഖാവിനെയും ചൂണ്ടിയിട്ട് സ്വർണം കട്ട ആളെന്ന് പറയുമ്പം ആ കമ്മ്യൂണിസ്റ്റുകാരന് അനുഭവിച്ചുള്ളൊരു വ്യഥ എത്രയായിരിക്കും? ഇത്തരത്തിലുള്ള വികസനങ്ങളോട് പുറംതിരിഞ്ഞ് നിന്നാൽ എന്താ ഇടതുപക്ഷത്തെ വിശേഷിപ്പിക്കുക? നൂറ്റാണ്ട് കാലത്തുള്ള തത്വശാസ്ത്രമാണ് ഇവർ പറയുന്നത്. വികസനത്തോടൊന്നും ഇവർക്ക് താല്പര്യമില്ല. പുതിയ അല്ലാതെ മാറിയല്ലോ തലമുറ. എല്ലാവരും രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ തങ്ങൾ ഒരു ഘട്ടത്തിൽ ഇതുപോലെ പിരിച്ചുവിടപ്പെടുമെന്നോ ഇതുപോലെ തങ്ങളുടെ ജീവിതം ഇല്ലാണ്ടാവുമെന്നോ സങ്കല്പിക്കുന്ന രാഷ്ട്രീയം കുറഞ്ഞു വരികയാണ്. പുതിയ തലമുറക്ക് പ്രത്യേകിച്ച് അവരെ ഇടതുപക്ഷ രാഷ്ട്രീയ ബോധമുള്ളവരാക്കി മാറ്റുക എന്നുള്ളത് ഇന്നത്തെ ഈ പ്രചരണ കോലാഹലങ്ങൾക്കിടയിൽ വളരെ എളുപ്പമുള്ളതല്ല. പക്ഷെ ഞങ്ങളത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ ഉദ്ദേശം എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തൊരു ജനാധിപത്യ വിപ്ലവം നടക്കണമെന്നാണ്. ഞങ്ങളത് മറച്ചു വെക്കാതെ പറയുന്നുണ്ട് പാർട്ടി പരിപാടിയിൽ. ഈ ലോകത്ത് പട്ടിണി ഇൻഡെക്സിൽ, പട്ടിണി സൂചികയിൽ പല ഏജൻസികളും എടുത്തതുണ്ട്. ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലുള്ള സംഘടനകളടക്കം. എന്താ ഇന്ത്യയുടെ ഒരു പൊസിഷൻ? അവനവന് അനുഭവം വരുമ്പോൾ പലരും പഠിക്കുകയാണ്. പണ്ട് യുദ്ധത്തിനെക്കുറിച്ച് നമ്മുടെ സ്വരാജ് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു അല്ലേ? അവനവൻ്റെ വീട്ടുമുറ്റത്ത് ബോംബ് പൊട്ടുന്നത് വരെ യുദ്ധം ചിലർക്ക് അതിർത്തിയിലെ പൂരമാണ്. പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഒരു പരിഭവം പറയാൻ പാടുണ്ടോ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് മാത്രം പറഞ്ഞ് വേർതിരിച്ച് നിർത്താൻ പറ്റില്ല. കാരണം ലോകത്തിലെല്ലാമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് ആശയവും നേരിടുന്നത് ഒരേ വെല്ലുവിളിയാണ്. ലോകത്തിൽ ഒരിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം രേഖീയമായിട്ടല്ല മുമ്പോട്ട് പോവുക. അതിൽ പലപ്പോഴും ഏറ്റക്കുറച്ചിലുകളും വീഴലുകളും ഇടീക്കലും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM, LDF അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ആഘാതത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണിപ്പോൾ. എങ്ങനെയായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുമ്പോട്ട് പോവുക? LDF മുമ്പോട്ട് പോവുക? എങ്ങനെയായിരിക്കും അത് അതിൻ്റെ രാഷ്ട്രീയം തിരിച്ചു പിടിക്കുക? നമ്മുടെ നാട്ടിലെ പൊതുസമൂഹവും പാർട്ടി അംഗങ്ങളും അനുഭാവികളും ആ പാർട്ടിയെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. അതിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമ്മളുടെ ഒപ്പം ഇപ്പോഴുള്ളത് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ സംസ്ഥാന ആരോഗ്യമന്ത്രിയുമായ ശ്രീമതി KK ശൈലജ ടീച്ചറാണ്. ടീച്ചർ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസത്തോളമായി. ചർച്ചകൾ തന്നെയാണോ മിക്കവാറും ഇപ്പം നടക്കുന്നത്? ഒരു റൗണ്ട് ചർച്ച നടന്നു. എന്നാൽ എപ്പോഴും ചർച്ച നടത്തിക്കൊണ്ടിരിക്കാനല്ല, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയ കാരണങ്ങൾ വിശകലനം ചെയ്യായിരുന്നു. അതിപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. പല കാരണങ്ങളാണ്, ഒന്നല്ല. അപ്പോൾ അത് പരിഹരിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായിട്ട് പാർട്ടി സംഘടനയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള പ്രായോഗിക പ്രവർത്തനത്തിലേക്കാണ് ഇനി കടക്കുന്നത്. ആ ഘട്ടത്തിലേക്ക് എത്തിയോ? ഇതിൻ്റെ അകത്ത് ഇപ്പം ആദ്യത്തെ സംസ്ഥാന സമിതിക്ക് ശേഷം ശ്രീ ഗോവിന്ദൻ മാഷി ചില കാര്യങ്ങൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ വലിയ തോതിൽ ചർച്ചകൾ താഴോട്ട് നടന്നത്. ഈ ചർച്ചകളൊക്കെ വീണ്ടും തിരിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയോ? അവിടെ ആദ്യത്തെ നിലപാടിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടോ? ഞാൻ പറയുന്നത്, നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് തോൽവിക്കുള്ള കാരണമായി നിങ്ങൾ ആദ്യം അസസ് ചെയ്തതിൽ നിന്നും കൂടുതലായി എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം നിങ്ങളുടെ ഈ ചർച്ചകളുടെ ഭാഗമായിട്ട് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്? അപ്പം ഞാൻ കാണുന്നത് ഏറ്റവും താഴെ ബ്രാഞ്ചിലും ലോക്കലിലും ആളുകൾ വളരെ സീരിയസ് ആയിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നതായിട്ടാണ്. ഇതൊക്കെ നിങ്ങൾക്ക് റിപ്പോർട്ടിങ്ങിന് നിങ്ങളുടെ രീതികളുമുണ്ട്. ഇതൊക്കെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിത്തുടങ്ങിയോ? തീർച്ചയായിട്ടും. അത് ഞങ്ങൾ ആദ്യം തന്നെ ഇത്തവണ പ്രത്യേകിച്ചും തീരുമാനിച്ചത് ഒരു ടൈം ലിമിറ്റും ഇല്ലാതെ ഒരു റെസ്ട്രിക്ഷനും കൊടുക്കാതെ പറയട്ടെ എങ്ങനെയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ തന്നെ ഓരോ പ്രദേശത്തുള്ള വ്യത്യസ്തതകളടക്കമുണ്ട്, വ്യത്യസ്ത കാരണങ്ങളുണ്ട്. അപ്പോൾ അതടക്കം വെച്ചുകൊണ്ട് താഴെ തലം വരെ ഒരു ഡിസ്കഷൻ നടന്ന് അതിൻ്റെ വിവരങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ആ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി താഴേക്ക് കൊടുക്കുക. ആ റിപ്പോർട്ടിൻ്റെ മേലെ വീണ്ടും ചർച്ച നടത്തുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ ആദ്യത്തെ തവണ ഫസ്റ്റ് റൗണ്ടിൽ ബ്രാഞ്ച് വരെ അവിടെ നടന്ന ചർച്ചകളിൽ ഞങ്ങൾ ഇടപെടുകയോ അല്ലെങ്കിൽ അതിന് മറുപടി പറയുകയോ ചെയ്തിട്ടില്ല.
അത് കാരണങ്ങൾ പലതും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ ചൂണ്ടിക്കാണിച്ച കാരണങ്ങൾ ഇങ്ങോട്ട് എത്തിയോ എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. അതെ അതെ, എത്തി. അത് ഒരു റിപ്പോർട്ടാക്കി അത് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അയച്ചു. അങ്ങനെ കിട്ടിയ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ ഒരു മറുപടി എന്നുള്ള നിലയിലല്ല, ഈ കാരണങ്ങളെല്ലാം വെച്ചുകൊണ്ട്, സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടൊരു തിരിച്ച് വീണ്ടും ഒരു റിപ്പോർട്ടിങ്ങും നടത്തി. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഇത്തരം പ്രക്രിയകളെല്ലാം 100% പൂർണ്ണമാവും നമുക്ക് പറയാൻ സാധിക്കില്ല. താഴെ തലത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളിൽ ചിലത് വിട്ടുപോയിട്ടുണ്ടാവാം അങ്ങോട്ട് തിരിച്ചു പറയുമ്പം. എന്നാൽ അതിൻ്റെ കാതലായ വശങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് രണ്ടാം തവണ റിപ്പോർട്ടിങ് നടത്തിയത്. അതും ഇപ്പം ബ്രാഞ്ച് തലം വരെ എത്തി. ഇനി അത് പാർട്ടി ജനറൽ ബോഡികളിലേക്ക്, ബഹുജന ജനറൽ ബോഡികളിലേക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ച് അത് പരിഹരിക്കുന്നതിനാണ് നമ്മൾ അടുത്ത സെപ്റ്റംബർ മാസം ഒരു എക്സ്റ്റൻഡ് സ്റ്റേറ്റ് കമ്മിറ്റി നടത്തണം തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് മറികടക്കാനുള്ള പ്രായോഗിക പ്രവർത്തനങ്ങൾ, പാർട്ടി എന്തൊക്കെ ചെയ്യണം, അതിനെക്കുറിച്ചുള്ള വളരെ നല്ല ചർച്ച അവിടെയും നടക്കും. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായ നടപടിയിലേക്ക് നീങ്ങും. അതാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത്. എന്നാൽ സാധാരണയായിട്ട് എല്ലാ ആഴ്ചയും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് യോഗം ഞങ്ങൾ ചേരാറുണ്ട്, തെരഞ്ഞെടുപ്പുണ്ടായാലും ഇല്ലെങ്കിലും. ആ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് മാത്രമല്ല വരുന്നത്, ദൈനംദിന പൊളിറ്റിക്സ് അതിനകത്ത് വരും. മറ്റ് ചിലപ്പോൾ ആളുകളുടെ ചില പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള കത്തുകളും മറ്റുമായിട്ട് വരും. അത് അതിൻ്റെ റുട്ടീനായിട്ട് നടക്കുന്നുണ്ട്, സാധാരണഗതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയം, ലോകത്താകെ സംഭവിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ, ഇതെല്ലാം ചർച്ചയ്ക്ക് വിധേയമാവും. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ഒട്ടേറെ വിഷയങ്ങളിൽ ഇപ്പോൾ ശക്തമായി പ്രതികരിക്കേണ്ടതായി വന്നിരിക്കുകയാണ്. അത്തരം വിഷയങ്ങളിലെല്ലാം ശക്തമായ പ്രതികരണം ഉണ്ടാക്കുന്നതിനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ തോന്നലാണെന്നറിയില്ല. ഞാനിത് നിങ്ങൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ അവലോകനത്തിന് ശേഷം ശരിക്കും പാർട്ടിയുടെ പോളിസിയിൽ 1, 2, 3 എന്നുള്ള മട്ടിൽ പാർട്ടിക്ക് തെറ്റുപറ്റി എന്നുള്ള മട്ടിൽ 1, 2, 3 എന്നുള്ളത് ഗോവിന്ദ മാഷ് തന്നെ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒന്നൊരു ടോണിൻ്റെ ചേഞ്ച് ഉണ്ടെന്ന് എൻ്റെ തോന്നൽ. ഞാൻ സാധാരണ ആളുകളോട് സംസാരിക്കുമ്പോൾ ആ ടോൺ എന്നുള്ളത് ഇത് താഴെത്തട്ടിൽ നടന്ന പ്രശ്നങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. സംസ്ഥാന നേതൃത്വത്തിൻ്റെയോ ധാരണക്കുറവല്ല, ഇത് താഴേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും പിന്നെ താഴെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലും വന്ന പ്രശ്നം. അപ്പോൾ ഞാൻ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം എന്നോട് പറഞ്ഞു, ഇത് ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഇത് പരിഹരിക്കേണ്ടത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ തന്നെ പ്രശ്നമാണ്, അവരാണിത് പരിഗണിക്കേണ്ടതും പരിഹരിക്കേണ്ടതും, ഇത് ഞങ്ങളുടെ പ്രശ്നമല്ല. ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്കറിയാം, സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്കറിയാം, ആ പ്രശ്നം അവർക്കറിയാമോ എന്നുള്ളതാണ് ചോദിച്ചാൽ. ആ ടോണിലൊരു വ്യത്യാസം ഉള്ളതുപോലെ ഇരിക്കുന്നു, ടീച്ചർക്ക് നിഷേധിക്കാം. അതെ, അതങ്ങനെയല്ല. അതായത് ഈ പാർട്ടി പ്രവർത്തനം എന്ന് വെച്ചാൽ നല്ല കീഴ്മേൽ ബന്ധമുള്ള ഒരു പ്രവർത്തനമാണ്. എനിക്ക് തോന്നുന്നു മറ്റേതെങ്കിലും ഒരു കോൺഗ്രസ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംഘടന പോലെ അല്ല. ഇത് ഒരേ സമയം ഒരു കാഡർ പാർട്ടിയാണ്. ഞങ്ങൾ ബഹുജനങ്ങളെ ആകെ അണിനിരത്തുന്ന ഒരു ബഹുജന വിപ്ലവ പാർട്ടി കൂടിയായിട്ട് പ്രവർത്തിക്കണം തീരുമാനിച്ചവരാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കാഡർ സ്വഭാവമുണ്ട് ഈ പാർട്ടിക്ക്. അതായത് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വന്നിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതിനകത്ത് ചർച്ച നടത്തി കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഓരോ ഘടകവും തയ്യാറാവണം. അപ്പോൾ അതിൻ്റെ ഏറ്റവും മേലത്തെ ഘടകത്തിൽ ചില വീഴ്ചകളുണ്ടാവാം. ഞങ്ങൾക്കെല്ലാം ഏതെങ്കിലും തരത്തിൽ എന്താ ഈ വീഴ്ച എന്ന് പറഞ്ഞാൽ, ചില കാര്യങ്ങൾ തീരുമാനിച്ചത് ആ രീതിയിലല്ലായിരുന്നു വേണ്ടതെന്ന് താഴെത്തട്ടിൽ അഭിപ്രായം ഉണ്ടാകാം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വേണ്ടത്ര ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, അതും കൂടി ആവാമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വരാം. അതല്ലാതെ ആകെ തെറ്റിപ്പോയി എന്നുള്ളതൊന്നല്ല. കാരണം ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇതിന് അതിൻ്റേതായിട്ടുള്ള ചില നോംസുകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള ചില ആശയങ്ങളുണ്ട്, ആദർശങ്ങളുണ്ട്. ആ പോളിസി അനുസരിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്. ആ പോളിസിയിൽ കോംപ്രമൈസ് വന്നിട്ടില്ല എന്നുള്ളതാണ് പൊതുസമൂഹത്തിൽ വർത്തമാനമുണ്ട്. അത് എന്നോട് പാർട്ടിക്കാർ, ഏറ്റവും താഴെയുള്ള പാർട്ടിക്കാർ പറഞ്ഞു. അതെ, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിച്ചാൽ സെക്കുലർ പൊളിറ്റിക്സിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട്. അത് പാർട്ടിയിലെ താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ പ്രശ്നമല്ലത്, അത് മുകളിൽ നിന്ന് വന്നതാണ് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട്. അവരോട് എന്ത് പറയും? അവരോട് പറയാൻ കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട് നമുക്ക്. അതായത് നമ്മൾ ഈ എലക്ഷൻ ടാക്ടിക്സ് സ്വീകരിക്കുന്ന സമയത്ത് ഇതൊരു ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം പഴയ കാലത്തെ പോലല്ല. കാരണം ഒരു ഭാഗത്ത് ഹൈന്ദവ വർഗീയത ഭൂരിപക്ഷത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക, BJP അധികാരം കൈക്കലാക്കാൻ ശ്രമിക്കുക, മറുഭാഗത്ത് കോൺഗ്രസിൻ്റെ മുതലാളിത്ത ആശയഗതികൾ, അവർ വന്നാലുണ്ടാവുന്ന രീതി എന്താണെന്ന്, അവ ലിബറൽ ആശയങ്ങളാണ് അവർ പിന്തുടരുന്നത്. അപ്പോൾ ഇവരെല്ലാം കൂടിയാണ് ഇടതുപക്ഷത്തിനെതിരായിട്ട് മത്സരിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ ഉദ്ദേശം എന്താ?
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തൊരു ജനാധിപത്യ വിപ്ലവം നടക്കണമെന്നാണ്. ഞങ്ങളത് മറച്ചു വെക്കാതെ പറയുന്നുണ്ട് പാർട്ടി പരിപാടിയിൽ. കാരണം 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടെ ജനാധിപത്യ വിപ്ലവം നടക്കുമെന്നാണ് കരുതിയത്. എന്ന് വെച്ചാൽ ഈ ഫ്യൂഡൽ ബന്ധങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട്, ഭൂവുടമ ബന്ധങ്ങൾ, ജാതിപരമായ ഉച്ചനീചത്വങ്ങൾ, അതൊക്കെ അവസാനിച്ചുകൊണ്ട് കുറച്ചും കൂടി ഒരു പുരോഗമനപരമായ സമൂഹമായിട്ട് ഇന്ത്യൻ സമൂഹം മാറുമെന്ന് വിശ്വസിച്ചെങ്കിലും ഇന്ത്യൻ ബൂർഷ്വാസി, കോൺഗ്രസ് പാർട്ടി അതിന് നേതൃത്വം കൊടുത്തില്ല. ഇപ്പോഴും സമഗ്രമായ ഭൂപരിഷ്കരണം ഇന്ത്യയിൽ നടന്നിട്ടില്ല. അതിൻ്റെ ഭാഗമായി ദളിതരായിട്ട് കുറേ മനുഷ്യർ കഴിയുന്നു. നിങ്ങൾ നോക്കൂ, ഈ ലോകത്ത് പട്ടിണി ഇൻഡെക്സിൽ, പട്ടിണി സൂചികയിൽ പല ഏജൻസികളും എടുത്തതുണ്ട്. ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലുള്ള സംഘടനകളടക്കം. എന്താ ഇന്ത്യയുടെ ഒരു പൊസിഷൻ? 117 രാജ്യങ്ങളെ പട്ടികപ്പെടുത്തിയപ്പോൾ 105ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്. പലതുണ്ട്. ഇപ്പം ചിലതിൽ 103 ഉണ്ട്, 106 ആവാം. അധികാരമില്ല, ഏകദേശം മോശമായിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ 80 കോടി മനുഷ്യർക്ക് സർക്കാർ ഭക്ഷണം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോഴും നമ്മുടെ. അതെ അതെ, അത് സ്വയം പര്യാപ്തമായി ആളുകൾക്ക് ജോലിയും കൂലിയും ഭക്ഷണവും പാർപ്പിടവും എല്ലാം കൊടുത്തും ബേസിക് നീഡ്സ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സ്വതന്ത്ര ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. ഡെമോക്രസി ആയിട്ടില്ല. അതുകൊണ്ട് ഒരു ഡെമോക്രാറ്റിക് റവല്യൂഷൻ അത് ഇന്ത്യൻ ബൂർഷ്വാസി നടത്താത്തത് കൊണ്ട് ഇടതുപക്ഷ വിശ്വസിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിൽ ആ മാറ്റം ഉണ്ടാകണം. വളരെ എളുപ്പമല്ല, ഞങ്ങളൊരു ചെറിയ പാർട്ടിയാണ്. അതല്ല, ഈ ഇടതുപക്ഷ ആശയം വളരണം. എന്നിട്ട് ഇന്ത്യയിലെ ഈ ഭൂപ്രഭു ഭരണവർഗത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടെ ഡെമോക്രസി പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്ന, എന്നിട്ട് സോഷ്യലിസത്തിലേക്ക് പ്രയാണം നടത്താൻ കഴിയുന്ന ഒരു ഭരണാധികാരികൾ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിൽ ജനാധിപത്യ വിപ്ലവം നടത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. ഞങ്ങൾ സോഷ്യലിസ്റ്റ് ആശയഗതിക്കാരാണ്. ഒരു ഇഗാലിറ്റേറിയൻ, സമത്വപൂർണ്ണമായൊരു സൊസൈറ്റി, സമൂഹമാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ജാതിഭേദമില്ല, മതലഹളകളില്ല, അതുപോലെ തന്നെ പണക്കാർ പാവപ്പെട്ടവരുടെ വ്യത്യാസങ്ങളും അങ്ങനെയുള്ള വിവേചനങ്ങളില്ലാത്ത, എല്ലാവർക്കും അധ്വാനിക്കാൻ കഴിയുന്നു, എല്ലാവർക്കും പ്രതിഫലം കിട്ടുന്നു, സുഖകരമായിട്ട് ഭൂമിയിലെ ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് സമൂഹം. ചിലരത് പറയും അത് ഒരു ഉട്ടോപ്യൻ ഐഡിയോളജി, അതൊന്നും ഉണ്ടാവില്ല. അത്ര ഒരു പരീക്ഷണം സോവിയറ്റ് റഷ്യയിൽ നടന്നപ്പോൾ വമ്പിച്ച വിജയമായിരുന്നു. പിന്നീട് അട്ടിമറിക്കപ്പെട്ടു പോയെങ്കിലും ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഒരു, ഇന്നത്തെ പല രാജ്യങ്ങളായി വേർപിരിഞ്ഞു പോയ പല റിപ്പബ്ലിക്കുകളും എന്തുമാത്രമാണ് രക്ഷപ്പെട്ട് വളർന്നു വന്നിട്ടുള്ളത് വരെ ഞാൻ അതിലേക്ക് സമയമെടുത്ത് പോകുന്നില്ല. പക്ഷേ അത്തരം ഒരു സമൂഹത്തിൻ്റെ നിർമ്മാണം ആഗ്രഹിക്കുന്ന ഞങ്ങൾ ഇപ്പോഴെന്താ ചെയ്യേണ്ടത്? ഇപ്പം തന്നെ ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവമൊന്നും പറയാറായിട്ടില്ല. ഇന്ത്യയുടെ ഫെഡറൽ ഭരണ വ്യവസ്ഥിതിയാണ്. സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് കേന്ദ്രം. റവന്യൂ വരുമാനം പോലും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം തരികയാണ്. ഇവിടുന്ന് നികുതി അങ്ങോട്ട് പിരിക്കുക, അതിൻ്റെ ഷെയർ ഇങ്ങോട്ട് തരിക, പദ്ധതികൾക്ക് ആവശ്യമായ വിഹിതം അവിടുന്ന് തരിക, അവർക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്നു. നേരത്തെ മുഴുവൻ പദ്ധതിക്കും വേണ്ട വിഹിതം തന്ന സ്ഥാനത്ത് പല സൂത്രവേലകളും ഉപയോഗിച്ച് വെട്ടിക്കുറച്ച് കേന്ദ്രവിഹിതം, സംസ്ഥാന വിഹിതം, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്നെല്ലാം പറഞ്ഞ് പദ്ധതികളെ വെട്ടിമുറിച്ച് സംസ്ഥാനങ്ങൾക്ക് തരേണ്ടുന്ന പണം കുറച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ വലിയ പോരാട്ടം നടത്തിക്കൊണ്ടേ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോഴെല്ലാം ഈ ഒരു ഇടതുപക്ഷ സ്വഭാവം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്ന ആകാവുന്നത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ബദൽ സമീപനം കൊണ്ടുവന്നു. അതിനൊരു ലിമിറ്റുണ്ട്, അതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. കേന്ദ്രത്തിൻ്റെ ഈ പിടി ഉള്ളതുകൊണ്ട് തന്നെ ചിലതെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണ് ഗവൺമെൻറ് വരുമ്പോൾ ചെയ്യുന്നത്. ഞാൻ ഇനി പറയുന്നത്, ഇങ്ങനെ പരിശ്രമിക്കുമ്പോൾ 2 മെത്തേഡ്. ഒന്ന് പാർലമെൻ്ററി പ്രവർത്തനം, അതാണ് ഞങ്ങൾ പിന്നെ ഈ സംസ്ഥാനങ്ങളിൽ ഭരണം കിട്ടിയ, സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷം കിട്ടിയാൽ ഭരണാധികാരത്തിലേക്ക് വരാമെന്ന് തീരുമാനിച്ചു. കേന്ദ്രത്തിൽ നമുക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ ഭരണാധികാരത്തിലേക്ക് പോകേണ്ടതുള്ളൂ എന്ന് ആലോചനയാണ് അന്നും ഇന്നും നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനൊരു പ്രത്യേക പോളിസി തന്നെയാണത്. കാരണം നമുക്കായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിൽ നമ്മളവിടെ ഈ ഭരണകൂടത്തിനകത്ത് വന്നിട്ട് കാര്യമുള്ളൂ. വിശാലമായ ചോദ്യമാണ്. അത് പിന്നെ നമുക്ക് പറയാം അതിനെക്കുറിച്ച്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ പാർലമെൻ്ററി പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പാർട്ടിയാണ് CPIM. എന്നാൽ ഞങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനം എന്താ? ഈ ജനകീയ ജനാധിപത്യ വിപ്ലവത്തെ മുൻനിർത്തി ചൂഷകർക്കെതിരായിട്ട് ചൂഷിത വർഗത്തെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. വർഗസമരങ്ങളാണ്, തൊഴിലാളികളുടെ, കർഷകരുടെ, അവരുടെ എല്ലാം വലിയ സമരങ്ങൾ. അതിൻ്റെ കൂടെ ആരെയൊക്കെ ചേർക്കാൻ കഴിയും? ബുദ്ധിജീവികളെ അടക്കം സമീപിച്ചുകൊണ്ട് അവരുടെ ചിന്തകളും പ്രവൃത്തികളും ഈ വർഗസമരത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ
എങ്ങനെ ഉപയോഗപ്പെടുത്താം, ഇതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് പാർട്ടിയുടെ ഓരോ പ്രവർത്തനവും പ്ലാൻ ചെയ്യുന്നത്. ആ പ്ലാനിങ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അതാണ് ഈ എല്ലാ ആഴ്ചയും ചേരുന്ന സെക്രട്ടേറിയറ്റിൽ ചിലർ തമാശക്ക് ചോദിക്കും, നിങ്ങൾ രാവിലെ അവിടെ കയറിയിരുന്നിട്ട് ചിലപ്പോൾ ഉച്ചക്കും തീരുന്നില്ല, വൈകുന്നേരം വരെയൊക്കെ എന്താ നിങ്ങളിങ്ങനെ ആലോചിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഓരോ പ്രശ്നവും ഓരോ പ്രദേശത്തിൻ്റെയും മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ഇടപെടണം തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കുന്നതിൻ്റെ ഇടയിലാണ് ചിലപ്പോൾ ചില തെരഞ്ഞെടുപ്പുകൾ വരുന്നത്. ആ തെരഞ്ഞെടുപ്പുകളുടെ ഉദ്ദേശം എന്താ? തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യാമോ? അങ്ങനെ എന്തും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ഉറച്ചു നിന്ന് ഒരു തൊട്ടുകൂടായ്മ ഞങ്ങൾ ചിലപ്പോൾ കാണിക്കാറില്ല. കുറച്ചുകൂടി ഇതൊക്കെ നടപ്പിലാക്കാൻ കൂടെ നിൽക്കുന്ന സഹകരിക്കുന്ന വിഭാഗങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് പോവുക എന്നുള്ളത് ഇലക്ഷൻ വരുമ്പോൾ അതാണ് ടാക്ടിക്സ്. ഇലക്ഷന് വേണ്ടി രൂപീകരിച്ചെടുക്കുന്ന അടവ് നയങ്ങൾ ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്. അത് ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടും. അപ്പോൾ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയൊക്കെ ചർച്ച ചെയ്തൊരു തീരുമാനമെടുത്ത് അത് താഴെ തലം വരെ ചർച്ച ചെയ്യും. താഴെ തലത്തിൽ എല്ലാവരും ഒരേ അഭിപ്രായം ആയിരിക്കില്ല. അപ്പോൾ ഈ മുന്നണിയിൽ INL ചേർക്കണോ, കേരള കോൺഗ്രസിനെ ചേർക്കണോ? അപ്പോൾ ചർച്ച ചെയ്ത് ചിലർ പറയേ അവരെ അടുപ്പിക്കരുത്, കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ INL എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അവരെ അടുപ്പിക്കരുതെന്ന്. പക്ഷേ അതിന് ശരി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്ത് ഭൂരിപക്ഷ ആളുകൾ അത് തീരുമാനത്തിലെത്തുമ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളുടെ മുന്നണി വിപുലമാക്കി ഇപ്പോൾ LDF ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ അതിൽ താഴെ തലത്തിൽ ചെല്ലുമ്പോൾ ഇപ്പോഴും അല്ല വേണ്ടിയിരുന്നില്ല എന്നുള്ള മട്ട് പറയുന്ന ആരെങ്കിലും ഉണ്ടാവാം. അങ്ങനെ ഉണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം ഇവിടെ അപജയം സംഭവിച്ചു എന്നുള്ളതല്ല. എന്നാൽ ചിലപ്പോൾ ഗുണത്തിനാണെന്ന് കരുതി നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ പ്രായോഗികമായിട്ട് വരുമ്പോൾ ഗുണം ചെയ്യാതിരിക്കുന്ന അവസ്ഥയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ ആകെ എല്ലാം തെറ്റിപ്പോയി, കേന്ദ്രത്തിൽ എല്ലാം താഴെയാണ് ശരി, അങ്ങനെയല്ല. ഇവിടെ ചില വീഴ്ചകൾ ഞങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, മേലെ ഇരിക്കുന്ന ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവിടെ എന്തെങ്കിലും ചില തീരുമാനം എടുത്തതിൽ ഈ തീരുമാനം എല്ലാവരും അംഗീകരിച്ചിട്ടാണ് നടപ്പിലാക്കുന്നത്, വേറെ കാര്യം. ഭൂരിപക്ഷമായിട്ട് അംഗീകരിച്ചിട്ടാണ് ഈ തീരുമാനമെല്ലാം നടപ്പിലാക്കുന്നത്. അങ്ങനെ നടപ്പിലാക്കി കഴിയുമ്പോഴും ഈ തീരുമാനം എടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ചുക്കാൻ വഹിച്ച ലീഡേഴ്സ് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ അർഹതയുള്ളവരാണ് താഴെയുള്ളവർ. അവരത് പറയുമ്പോൾ രണ്ട് കാര്യം ചെയ്യാം. ഒന്ന്, സഹാക്കളെ നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു, അത് തിരുത്താം, ഇപ്പോൾ സംഭവിച്ചതാണ്, ഇനി അത് ആവർത്തിക്കാതിരിക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇല്ലാതിരിക്കാനോ ഞങ്ങൾ ശ്രദ്ധിക്കാം. രണ്ടാമത്തത്, സഹാക്കളെ നിങ്ങൾ പറഞ്ഞതല്ല ശരി, ഈ തീരുമാനമായിരുന്നു ശരി, അതിൻ്റെ കോൺസിക്വൻസ് ഇങ്ങനെ വന്നാലും ഇത് ഇന്ന കാരണം കൊണ്ട് ഇത് ശരിയാണ് എന്ന് വീണ്ടും അവരോട് പറയാം. ഇത് എല്ലാ കാര്യത്തിലും ഒരേ ഉത്തരമല്ല. പ്രശ്നത്തിൻ്റെ മെറിറ്റ് നോക്കിയും പ്രശ്നം നോക്കിയും ഇത്തരം ഒരു ഉത്തരം ഇവിടെ രൂപപ്പെടുത്തിയെടുത്ത് താഴോട്ട് പറയുക എന്നുള്ളതാണ് സ്വീകരിക്കുന്ന സമീപനം. 1957 പകുതിയിലധികം മനുഷ്യർ പോയി വോട്ട് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ കൊണ്ടുവന്നതാണ്. അന്നൊരു ഇടതുപക്ഷ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നതായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ കാണുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോഴിക്കോട് ഒരു കൊറോഹെൽ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും 900 ആളുകളെ സുപ്രഭാതത്തിൽ പിരിച്ചുവിടുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 57 അധികാരത്തിൽ വന്നപ്പോഴുള്ള സമയത്തായിരുന്നെങ്കിൽ ഇത് അനീതിയാണ് എന്ന് എല്ലാ മനുഷ്യരും ഒരുമിച്ച് പറഞ്ഞു. കാലം പോയി, ലോകത്തിൽ പിന്നെ മുതലാളിത്തം വർക്ക് ചെയ്യുന്നതിൻ്റെ രീതികൾ മാറി, ആഗോളവൽക്കരണം എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ അയ്യോ അവരുടെ ജോലി പോയല്ലോ എന്ന് സഹതപിക്കുന്ന മനുഷ്യരുടെ എണ്ണം കേരളത്തിൽ കുറഞ്ഞു എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പരാജയം കൂടി. ഞാൻ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കാൾ കൂടുതൽ ഇപ്പോൾ എന്നെ ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഞാൻ അമ്പരപ്പോടുകൂടി കാണുന്നത്, ഇതിലൊരു ഖേദത്തിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ റിയാലിറ്റി. അവർ ഇതല്ലെങ്കിൽ അടുത്ത ജോലിയാണ്, അങ്ങനെയാണ് മുതലാളിമാർ, എങ്ങനെയാണ് അവർ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൃഷി ഇത് ചെയ്യുന്നത് എന്ന് പറയുന്ന വലിയൊരു വിഭാഗം മനുഷ്യരെ ഞാൻ കാണുകയാണ്. നിങ്ങളുടെ പൊളിറ്റിക്സും അവരുടെ പൊളിറ്റിക്സും തമ്മിൽ ഇറ്റ് കംസ് ഇൻ എ ഷാർപ്പ് കോൺട്രാസ്റ്റ്. തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനൊരു ഈഗാലിറ്റേറിയൻ സൊസൈറ്റിക്കും അന്തസ്സായിട്ടുള്ള ജീവിതത്തിനും എല്ലാവർക്കും അവകാശമുണ്ട് എന്നുള്ള കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എത്രത്തോളം ജയിച്ചിട്ടുണ്ട് കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ സർക്കാരിന് ശേഷമുള്ള ഈ സമയത്തിൽ? എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു അസസ്മെൻറ്റ്? ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് കാലത്തും ഈ ആശയഗതികൾ, സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി പ്രചരണം നടത്തുന്നുണ്ട്. 57 വളരെ സുഗമമായിരുന്നില്ലല്ലോ, എന്തുമാത്രം സാഹസികമാണ്. ആലോചിച്ച് നോക്കൂ, ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ടാണല്ലോ AKGയും EMSഉം ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായത്. അപ്പോൾ അവർക്ക് കുറച്ച് കഴിയുമ്പോഴാണ് 30കളിലാണ് ഈ ഇടതുപക്ഷ ആശയഗതികളെക്കുറിച്ച്
ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് സിദ്ധാന്തത്തെക്കുറിച്ചൊക്കെ മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് റഷ്യൻ വിപ്ലവമൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ പ്രായോഗികമായിട്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, പട്ടിണി മാറ്റിയതും ജോലി ലഭ്യമായതും കൂലി ലഭ്യമായതും ജനങ്ങളുടെ മനസ്സിൽ ആഹ്ലാദം നിറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ചില റഷ്യൻ നോവലുകളിലൊക്കെ അത് പ്രതിഫലിച്ചിട്ടുണ്ട്. ഷോളോഖോവിൻ്റെയൊക്കെ ദി വെർജിൻ സോയിൽ അപ്റ്റേൺഡ് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി കൂട്ടികൃഷി കളത്തിലേക്ക് പോകുന്ന, അത് ധാന്യം ശേഖരിച്ചു കഴിഞ്ഞാൽ അത് അധ്വാനിച്ചുണ്ടാക്കിയ ആളുകളുടെ കയ്യിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതൊക്കെ അന്ന് വലിയ സംഭവമായിരുന്നു. കാരണം ആളുകൾ പട്ടിണി കിടക്കുകയാണ് SR ചക്രവർത്തിമാരുടെ കാലത്ത്. ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇന്നത്തെ കേരളമായി മാറിയ പ്രദേശങ്ങൾ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഭൂസ്വാമിമാരായിരുന്നു, ജന്മിമാരായിരുന്നു. അവിടെ പാപം അധ്വാനിച്ച് നെല്ലും എല്ലാം വിളയിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വലിയ ഭീമമായ പങ്ക് തമ്പുരാൻ്റെ പത്തായത്തിലേക്കാണല്ലോ പോയിക്കൊണ്ടിരുന്നത്. പട്ടിണി കിടക്കുന്ന മനുഷ്യർ സംഘടിച്ചു. അപ്പോഴാണ് ഈ കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ ചില മനുഷ്യസ്നേഹികളുടെ മനസ്സിലങ്ങ് ഉടക്കുന്നത്, തറിക്കുന്നത്. അവർ മനസ്സിലാക്കി, അവർ പറഞ്ഞു ഈ പാവങ്ങളെ സംഘടിപ്പിച്ച് സമരത്തിലൂടെ അല്ലാതെ ഇതിന് പരിഹാരമില്ല. കോൺഗ്രസ് ആണെങ്കിൽ സമവായമാണ് എല്ലാവരോടും. കോൺഗ്രസ് അങ്ങനെ ജന്മിത്വത്തെ എതിർക്കാനൊന്നും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തയ്യാറാവുന്നില്ല. ആ ഒരു ചിന്തയാണ് ഇടതുപക്ഷ ആശയഗതികൾ പ്രചരിപ്പിക്കാനുള്ള പരിശ്രമമായിട്ടെടുത്തത്. തുടക്കത്തിൽ ആദ്യം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുകയല്ല ചെയ്തത്. കോൺഗ്രസ്സിനകത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നിട്ട് കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളിൽ പ്രമേയങ്ങളിലെല്ലാം ഈ ഇടതുപക്ഷ ആശയഗതികൾ EMS ആയാലും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബായാലും ഒക്കെ കോൺഗ്രസിൻ്റെ ഭാരവാഹികളായി നിന്നുകൊണ്ടാണ് അതിനകത്ത് ഇത്തരത്തിലുള്ള സമഭാവനയുടെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് കർഷകരുടെയും കൃഷിക്കാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിനെക്കുറിച്ചൊക്കെ അത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. എല്ലാവരും ഒന്നും സഹകരിച്ചിട്ടില്ല. ഈ പറയുന്ന 57 തെരഞ്ഞെടുപ്പിന് മുമ്പും ആളുകൾ പ്രകടമായൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിങ്ങിൽ പോലും വരാൻ ഭയം കാണിച്ചിരുന്നു. കാരണം അന്നത്തെ മലബാർ സ്പെഷ്യൽ പോലീസ്, മലബാറിലാണെങ്കിൽ, ഞാൻ മലബാറിലായതുകൊണ്ടാണ് അത് ഓർമ്മിച്ച് പറയുന്നത്, MSP, അവരെ സഹായിച്ചിരുന്നത് അന്നത്തെ കോൺഗ്രസിൻ്റെ ഗുണ്ടകളായിരുന്നു. നന്നായിട്ട് ഇപ്പം ഞങ്ങളുടെ ഒരു KK ബാലകൃഷ്ണൻ മാഷ് എന്ന് പറയുന്ന ഒരു സഖാവിനെ ഒളിച്ചിരിക്കുന്നിടത്ത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ വരുന്നത് ഈ ഒരു കോൺഗ്രസ് ഗുണ്ടയാണ്. ഉണ്ട്. അപ്പോൾ അവരെ പിടിച്ച് കയറ് കെട്ടി വലിച്ചു കൊണ്ടുപോയി വലിച്ചഴിച്ചിട്ടാണ് കൊന്നത്. മറ്റൊരാളെ മരത്തിന് കെട്ടിയിട്ടിട്ട് വെടിവെച്ച് കൊല്ലുകയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇങ്ങനെയൊരു വിപ്ലവകരമായിട്ടുള്ള കാര്യം ചിന്തിക്കാവുന്ന രീതിയിൽ അവർ പരുവപ്പെടുത്തിയിട്ടില്ല. ഇപ്പം നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എല്ലാം പറയുന്നുണ്ടെങ്കിലും അങ്ങനെയൊരു സോഷ്യലിസ്റ്റ് സമഭാവനയുടെ അന്തരീക്ഷത്തിലല്ല കോൺഗ്രസ് വന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഞങ്ങൾ മാറുന്നത്. എന്നാൽ ഈ കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ ഈ പാവപ്പെട്ട മനുഷ്യരെ വിളിച്ചിരുത്തി നാളെ നിങ്ങൾക്ക് വയറു നിറയെ ആഹാരം കഴിക്കാൻ കഴിയുന്ന ഒരു കാലം വരും എന്ന കേവലമായിട്ടുള്ള കാര്യം അവരോട് പറഞ്ഞത്. വലിയ മാർക്സിസ്റ്റ് സിദ്ധാന്തമൊന്നുമല്ല. AKG തന്നെ കൃഷിക്കാരുടെ മീറ്റിംഗ് വിളിച്ചിട്ട് നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടേന്ന് ചോദിച്ചപ്പോൾ വേണ്ടാമ്പ്ര എന്ന് പറഞ്ഞത്രേ തുടക്കത്തിൽ. വെള്ള ഷർട്ടും മുണ്ടുവിട്ട് ആരെ കണ്ടാലും തമ്പ്രാനല്ല സഖാവെന്ന് വിളിക്കാൻ പഠിപ്പിച്ചു. എന്നിട്ട് എന്താ സ്വാതന്ത്ര്യം വേണ്ടാന്ന് പറയാൻ? ഞങ്ങൾക്കറിയില്ല സ്വാതന്ത്ര്യം എന്താണെന്ന്. അപ്പോഴാണ് പറഞ്ഞത് 2 നേരം വയറു നിറയെ ആഹാരം കഴിക്കാൻ കഴിയുന്ന ഒരു കാലം വരും, അതിൻ്റെ പേരാ സ്വാതന്ത്ര്യം. പണിയെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ച് ഒരു വെളുത്ത മുണ്ടെടുത്തിട്ട് വഴിയിലൂടെ നടക്കാൻ കഴിയുന്ന ഒരു കാലം വരും. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇതാണോ സ്വാതന്ത്ര്യം, എന്നാൽ ഞങ്ങൾക്കും വേണം. ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ആളുകളുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളിച്ചത്. അപ്പോഴും എന്താണ്, പോകരുത്, കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ പോയാൽ മറ്റവർ കൊന്നുകളയും, ഇപ്പം ചെയ്യുന്ന പണിയും കിട്ടില്ല എന്നെല്ലാമുള്ള പ്രചരണം വഴി മാറ്റി നിർത്തി. പക്ഷേ ഒരു രഹസ്യ ബാലറ്റ് വന്നപ്പോൾ ആളുകൾ മനസ്സിലാക്കി ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാൻ ഇവരാണ് ഉതകുക, ഇവർ വന്നാലാണ് എന്ന്. ഞങ്ങളെ മനുഷ്യരായിട്ട് അംഗീകരിക്കുന്നത് മറ്റവരല്ല, ജാതി വ്യത്യാസമില്ലാതെ അംഗീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്തിരിക്കാം, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാം, അതാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെയാണ് മഹാഭൂരി. എന്നിട്ടും എല്ലാവരും പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടൊന്നുമില്ല. നല്ല ശതമാനം വോട്ട് കിട്ടി. അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ആ പാവങ്ങളോടുള്ള കൂറ് പ്രകടിപ്പിച്ചില്ലേ. അതാണ് സ്റ്റേ ഓഫ് എവിക്ഷൻ ഓർഡിനൻസ്. ഞാനതിൻ്റെ എല്ലാ ചരിത്രവും പറയുന്നില്ല. പിന്നെ അതിനെ പിരിച്ചു വിട്ടു കോൺഗ്രസ്. എനിക്കതിൽ തർക്കമില്ല. എൻ്റെ പ്രശ്നം, നമ്മൾ 37 തുടങ്ങി എനിക്ക് 20 വർഷം കൊണ്ടാണ് ഈ പറയപ്പെടുന്ന, ഞാനത് പലപ്പോഴും ആലോചിക്കാറുണ്ട്, മനുഷ്യർ പോയി ക്യൂ നിന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയാണ്. 20 വർഷമേ ഉള്ളൂ പാർട്ടിക്ക്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരു 5 വർഷം ഉണ്ട്, അത് മാറ്റി നിർത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായതിനു ശേഷം വെറും 20 വർഷം കൊണ്ടാണ് സാധാരണഗതിയിൽ ഈ പറയുന്ന പോലെ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയത്തില്ല അവർക്ക് മനുഷ്യർ അത് പഠിപ്പിച്ച് സമരം ചെയ്യിപ്പിച്ചു. നമ്മളിപ്പോൾ എത്തി നിൽക്കുമ്പോൾ, നമ്മൾ 2026 ഇപ്പം എത്തി നിൽക്കുമ്പം സമരം എന്ന് പറഞ്ഞാൽ എന്തോ ശരിയല്ലാത്ത ഒരു കാര്യമാണ് എന്നുള്ളൊരു ചിന്തയ്ക്ക് വലിയ അപ്പർ ഹാൻഡ് നമ്മുടെ സൊസൈറ്റിയിൽ കിട്ടുന്നു എന്ന്
എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം തീർച്ചയായും. നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ RSS റാഞ്ചി കൊണ്ടുപോകുന്നു എന്നൊരു തോന്നൽ പുരോഗമന പക്ഷത്തുള്ള മനുഷ്യർക്കുണ്ട്. അതിനെതിരെ SFIക്കാർ സമരം ചെയ്യുമ്പം അത് അവർക്ക് പോയി, ആ SFIക്കാർക്ക് പോയി എന്നുള്ള മട്ടിൽ ചിന്തിക്കുന്ന ധാരാളം മനുഷ്യരെ ഞാൻ കാണുകയാണ്. അതായത് സമരം എന്നുള്ളത് മനുഷ്യരുടെ ലെജിറ്റിമേറ്റായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലെജിറ്റിമേറ്റായിട്ടുള്ളൊരു മീൻസാണ് എന്ന് അംഗീകരിക്കാത്ത മനുഷ്യർക്ക് അവരുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്ന ഒരു സൊസൈറ്റിയായിട്ട് കേരളം മാറിയിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലാണ്. അവിടെ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ ഇതൊരു ശ്രമകരമായിട്ടുള്ള വസ്തുതയായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതായത് ലോകത്തെ ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിൻ്റെ ഗുണവശത്തെക്കുറിച്ച് അംഗീകരിപ്പിക്കാനും ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിൽക്കുന്ന മുതലാളിത്ത വ്യവസ്ഥിതിയുടെ ദോഷവശങ്ങളെക്കുറിച്ച് അവരെ ഉൾക്കൊള്ളിപ്പിക്കാൻ, അവരിൽ മനസ്സിലാക്കി കൊടുക്കാനും വളരെ എളുപ്പമല്ല. അത് ചെയ്തേ മതിയാവുള്ളൂ എന്നുള്ളതൊരു വശം. കേരളത്തെ സംബന്ധിച്ച് തന്നെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് യാചിക്കുന്ന അവസ്ഥയല്ല ഇന്നുള്ളത്. ഇവിടെ മുതലാളിത്തം വികസിച്ചു, ലോകത്തെമ്പാടും വികസിച്ചു, ഇന്ത്യയിലും വികസിച്ചു. മുതലാളിത്തത്തിൻ്റെ വികാസത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട്. നേരത്തെ ഇപ്പോൾ മാർക്സൊക്കെ മൂലധനമൊക്കെ എഴുതുന്ന സമയത്തും മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുന്ന സമയത്തും ചൂണ്ടിക്കാണിക്കാൻ ഒരു ലാൻഡ് ലോഡ് അല്ലെങ്കിൽ ഒരു മുതലാളി ഇവരാണ് ചൂഷകർ. ഇവരാണ് ആ ചൂഷകർക്കെതിരായിട്ട് ഇപ്പോൾ ന്യൂയോർക്കിലെ സൂചി നിർമ്മാണ ഫാക്ടറിയിലെ തൊഴിലാളികൾ നടത്തിയ സമരത്തെ പിന്തുടർന്നാണ് മെയ് ദിനാചരണം വന്നത്, തൊഴിലാളി ദിനം വന്നതെന്നൊക്കെ. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, വിനോദം എന്നൊക്കെ പറയും. എന്നാൽ ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വലിയ തോതിൽ വർദ്ധിച്ചപ്പോൾ മുതലാളിത്തം ആ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ എളുപ്പത്തിൽ ചൂഷണം ചെയ്യാനുള്ള ഉപാധികളാക്കി പരിവർത്തിപ്പിച്ചിട്ടുണ്ട്. കാരണം മുതലാളിത്തത്തിൻ്റെ കയ്യിലാണ് ലോകത്തെ ചൂഷണം ചെയ്ത മൂലധനം ഉള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലല്ല. ആ മൂലധനത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കുന്നതിന് അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ മാധ്യമങ്ങൾ പോലും അവരുടെ കൂടെയാണ്. ആരുടെ കയ്യിലാണോ പണം ഉള്ളത് അവർക്ക് വേണ്ടിയാണ് മാധ്യമങ്ങൾ, വലിയ മാധ്യമങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിനോടൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റുമുട്ടേണ്ടി വരും. ഒന്ന്. രണ്ടാമത്തത്, ഇന്നത്തെ പുതിയ മുതലാളിത്ത സാമ്രാജ്യത്വമായി വളർന്ന കാലഘട്ടമാണെന്ന് ലെനിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലെനിൻ്റെ കാലവും കഴിഞ്ഞ് ഇപ്പോൾ അതിനേക്കാൾ വലിയ തോതിൽ ആണ് ഈ സാമ്രാജ്യത്വ മൂലധന സമാഹരണം നടക്കുന്നത്. അത് ഏതെങ്കിലും ഒരു ബിസിനസ്സിലൂടെ നേരിട്ട് കൊയ്യുന്ന ലാഭം എന്നുള്ള നിലയിൽ നമുക്ക് വേറിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇപ്പോൾ നടക്കുന്ന ഒരു പീസ് റേറ്റ് വർക്കാണ് പല സ്ഥലത്തും. ഒരു വലിയ മുതലാളി, ആ മുതലാളി യഥാർത്ഥത്തിൽ ഈ തൊഴിലാളി കാണുന്നില്ല. അതിങ്ങനെ പല കൈവഴികളായി തിരിഞ്ഞ് തൊഴിലാളി ആരോടാണ് സമരം ചെയ്യേണ്ടത്? തൊഴിലാളി അയാളെ പോലെ തന്നെ ചൂഷണം ചെയ്യപ്പെടുന്ന ഇതിൻ്റെ മാനേജറോടോ അല്ലെങ്കിൽ ഇതിൻ്റെ സൂപ്പർവൈസറോടോ ആണ്. ഇതിൻ്റെ മുതലാളി സുഖകരമായി എല്ലാ സംരക്ഷണവും ഒരുക്കി ഒരിടത്ത് നിൽക്കുകയാണ്, അതിൻ്റെ ഉടമ, ഫാക്ടറിയുടെ ഉടമ. അപ്പോൾ പലപ്പോഴും ഇത് ആരോടാണ് പറയേണ്ടത് എന്ന ഒരു അമ്പരപ്പ് ഉണ്ട്. ഒന്ന്, നവ ലിബറൽ നയങ്ങൾ വന്നപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയി കുറേയും കൂടി. ആ നവലിബറൽ നയങ്ങളാണ് ഇന്ത്യ അംഗീകരിച്ചത്. അതനുസരിച്ച് എല്ലാ റെസ്ട്രിക്ഷനും പോയി. അപ്പോൾ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ, നവലിബറൽ നയത്തിൻ്റെ സാമ്പത്തിക വശം 3 കാര്യങ്ങളാണ്. ഒന്ന് ലിബറലൈസേഷനാണ്, ഉദാരവൽക്കരിക്കുക എന്ന് വെച്ചാൽ ഒന്നിനും റെസ്ട്രിക്ഷൻ ഉണ്ടാവും. ഞങ്ങൾക്ക് എവിടെയും കയറി ചെല്ലാനും എവിടെ നിന്നും കാശ് സമ്പാദിക്കാനുള്ള സൗകര്യം നിങ്ങൾ തന്നോളണം. വികസ്വര രാജ്യങ്ങളോടും മൂന്നാം ലോക രാജ്യങ്ങളോടും മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ അവരിയ്ക്കുന്നത് ഇവിടെയൊന്നുമല്ല, അവരെവിടെയും ഇരിക്കുന്നില്ല. ആസ്ഥാനം എവിടെയാണെന്ന് ആർക്കും നിശ്ചയിക്കാൻ കഴിയാത്തതാണ്. അവർ സർവ്വവ്യാപിയാണ്. ആ കോർപ്പറേറ്റുകൾ ലിബറലൈസേഷന് വേണ്ടി പറയുന്നു, അതുപോലെ പ്രൈവറ്റൈസേഷന് വേണ്ടി പറയുന്നു. ഒന്നും പൊതു ഉടമയിലുണ്ടായിരിക്കരുത് എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടം പോലും ആവശ്യമില്ല. ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് നോക്കൂ, പാർലമെൻറ്റിലാണോ തീരുമാനം എടുക്കുന്നത്? ഇവിടെ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ ഭരണമെന്ന് നമ്മളൊരു ഭംഗി വാക്ക് പറയുമെങ്കിലും ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ ചർച്ച ചെയ്തിട്ടല്ലല്ലോ അവിടെ പല നിയമങ്ങളും പ്രഖ്യാപിക്കുന്നത്. അത് ഈ പുതിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, ലോകത്തെ നിയന്ത്രിക്കുന്ന ഭീമന്മാർക്ക് വേണ്ടി ജനാധിപത്യ രാഷ്ട്രത്തിലും തീരുമാനം അവരെടുക്കുന്നു. അപ്പോൾ അവർക്ക് ഏത് കച്ചവട മേഖലയിലും വരാം, അവരുടെ ഏത് പോളിസിയും ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അവർക്ക് എല്ലായിടത്തും വ്യാപിക്കാം. മറ്റൊന്ന് ഗ്ലോബലൈസേഷനാണ്. അതിന് നിയന്ത്രണങ്ങളില്ലാതെ കോർപ്പറേറ്റുകൾ ലോകത്താകെ അവരുടെ ചൂഷണത്തിനുള്ള വേരുകളാഴ്ത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് ഈ തൊഴിലാളികളുടെ കൂലി കിട്ടാത്തതുകൊണ്ട് ഒരു തൊഴിലാളി വർഗ ബോധത്തോടു കൂടി നിങ്ങൾ ഇടതുപക്ഷ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സംഘടിക്കണം എന്നുള്ളതല്ല, താൽക്കാലികമായിട്ടുള്ള കാര്യമേ കാണുന്നുള്ളൂ.
ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ തന്നെ ഇതൊരു മുതലാളിത്ത ചൂഷണത്തിൻ്റെ ഭാഗമാണ് എന്ന ഒരു പൊളിറ്റിക്സ് ഉൾക്കൊണ്ടുകൊണ്ടല്ല, ഞങ്ങളുടെ ജോലി പോയി എന്നുള്ളതാണ്. പോകാൻ ഈ ആശയം ലോകത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ഇടതുപക്ഷ ആശയഗതിക്കാർ ഇതിനെതിരാണ് പോരാട്ടം നടത്തുന്നതെന്നും ആ പോരാട്ടത്തിൽ ചേർന്നുകൊണ്ട് ഒരു ട്രേഡ് യൂണിയൻ്റെ ഭാഗമായി നിന്ന് സമരം ചെയ്ത് ഇത് നേടിയെടുക്കണമെന്നും ചിന്തിക്കുന്നില്ല. പിന്നെ കേരളത്തിൽ, അതും കൂടി പറഞ്ഞിട്ട് ഞാൻ പറയാം, കേരളത്തിൽ 57 ശേഷം 67 വിവിധ ഘട്ടങ്ങളിലും നമ്മൾ കൊണ്ടുവന്ന ചില പരിഷ്കരണങ്ങൾ വളരെ താഴ്ന്ന ഗതിയിലുള്ള ആളുകളെ ഇടത്തരക്കാരാക്കി മാറ്റിയിട്ടുണ്ട്, ഉയർന്ന ഇടത്തരക്കാരായി മാറിയിട്ടുണ്ട്. അവർ ജീവിച്ചത് ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിലല്ല, ഒരു മുതലാളിത്ത സമൂഹം. ഫ്യൂഡലിസത്തിന് കുറേ അവസാനം വരുത്തി, പക്ഷേ ഇന്ത്യയിലുള്ള മുതലാളിത്തത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കേരളത്തിലുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു സോഷ്യലിസ്റ്റ് ആസൂത്രണ പ്രക്രിയയിലൂടെ എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും അധ്വാനിക്കുക എന്നിടത്തല്ല നിൽക്കുന്നത്. രക്ഷപ്പെടാൻ സാധിച്ചവർ രക്ഷപ്പെട്ടൊരു തുരുത്തിൽ നിൽക്കുകയാണ്. അത് എല്ലാവരും രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ തങ്ങൾ ഒരു ഘട്ടത്തിൽ ഇതുപോലെ പിരിച്ചുവിടപ്പെടുമെന്നോ ഇതുപോലെ തങ്ങളുടെ ജീവിതം ഇല്ലാണ്ടാവുമെന്നോ സങ്കല്പിക്കുന്ന രാഷ്ട്രീയം കുറഞ്ഞു വരികയാണ്, പുതിയ തലമുറക്ക് പ്രത്യേകിച്ച്. അവരെ ഇടതുപക്ഷ രാഷ്ട്രീയ ബോധമുള്ളവരാക്കി മാറ്റുക എന്നുള്ളത് ഇന്നത്തെ ഈ പ്രചരണ കോലാഹലങ്ങൾക്കിടയിൽ വളരെ എളുപ്പമുള്ളതല്ല. പക്ഷെ ഞങ്ങളത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ ചില കോംപ്രമൈസ്, ഇപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ ഈ ഓഫീസ് വേണ്ടാത്ത, പട്ടാളവും ആറ്റം ബോംബും വേണ്ടാത്ത ആഗോള കുത്തകൾ നിയന്ത്രിക്കുന്ന ഭരണകൂടങ്ങൾ, അവരുടെ രാജ്യത്തെ അസറ്റുകൾ പ്രധാനമായിട്ടും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഏറ്റവും അവസാനം കേൾക്കുന്നത് വിഴിഞ്ഞം പോർട്ടിന് നിയന്ത്രണം, ഇതുപോലത്തെ ഒരു ആഗോള കുത്തക $13 ട്രില്യൺ കൈകാര്യം ചെയ്യുന്ന ഒരു ആഗോള കുത്തകയുടെ കയ്യിലേക്ക് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് പോവുകയാണ്. ഇത് നമ്മുടെ കണ്ണിന് മുമ്പിൽ ഒരു യാഥാർത്ഥ്യമാണ്. അത് എതിർക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ നമുക്ക് സാധാരണ മനുഷ്യരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരം ചില ഇത് പക്ഷേ എത്തിപ്പെടും. ഇപ്പോൾ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഒപ്പിട്ട ഒരു കരാറ്, ആ കരാർ മുമ്പോട്ട് കൊണ്ടുപോയത് LDF സർക്കാരാണ്. ഇതിൽ ഇങ്ങനത്തെ ഒരു അപകടമുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ LDFന് പരാജയം പറ്റിയിട്ടില്ലേ? അത് നമ്മൾ സമ്മതിക്കേണ്ടി വരില്ലേ? കാരണം അന്ന് അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവുകയും ആ എഗ്രിമെൻറ്റുമായിട്ട് UDF മുമ്പോട്ട് പോവുകയും ചെയ്ത് ഇന്നിപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം 74% വരെ ഇവിടെ നമ്മൾ ഒരു ഇന്ത്യൻ കുത്തകയുമായിട്ടുണ്ടാക്കിയത് അയാൾക്ക് വിൽക്കാം എന്നൊരു ക്ലോസ് ഉണ്ട്. ഇടതുപക്ഷം തന്നെ അന്ന് അതിനെ വലിയ തോതിൽ എതിർത്തതാണ്. ഇത് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളിൽ വിരുദ്ധമാണെന്ന് പറഞ്ഞതാണ്. CAGയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നതാണ്. നമ്മൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള CAGയുടെ റിപ്പോർട്ടുണ്ട്. അപ്പോൾ പല കാര്യങ്ങളിലും അങ്ങനെയുണ്ട്. അപ്പോൾ അത് അന്ന് വേണ്ടത്ര രീതിയിൽ വിലയിരുത്തുന്നതിൽ LDFനൊരു പരാജയം വന്നിട്ടില്ലേ? അത്തരം പരാജയങ്ങൾ കൂടി ഇപ്പം ഞാനിപ്പോൾ കാണുന്നത്, നമ്മളിപ്പോൾ ഈ ടീച്ചർ നേരത്തെ പറഞ്ഞ ഓഫീസില്ലാത്ത, പിന്നെ സ്വന്തമായിട്ട് പട്ടാളവും പോലീസും ഒന്നും വേണ്ടാത്ത ആളുകൾ നിയന്ത്രിക്കുന്ന ഒന്ന് നമ്മുടെ വിഴിഞ്ഞത്തേക്ക് വരുന്നതാണ്. ഇത്തരം ചില കോംപ്രമൈസുകൾ ചിലപ്പം LDF സർക്കാരിന് അതിന് ന്യായങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഒരു കരാർ റദ്ദാക്കിയാലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയാമായിരിക്കും. പക്ഷേ ഇത്തരമൊരു സംഭവം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കൂടി നടക്കുന്നു എന്നുള്ളത് LDFനെ അസ്വസ്ഥപ്പെടുത്തേണ്ടതല്ല. തീർച്ചയായും അതിൽ വീഴ്ച എന്നൊന്നും LDFന് പറയാനില്ല. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മുതലാളിത്ത ലോകമാണെന്നുള്ളത്. ഇപ്പം ലോകത്തെ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണല്ലോ, രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ പോലുമല്ല. ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾ, ആരാണ് യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത്? ആയുധ കച്ചവടം നടത്താൻ താല്പര്യമുള്ള വലിയ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളാണ്. എണ്ണ ഊറ്റിയെടുത്തിട്ട് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വൻകിട കമ്പനികളാണ്. ആ കമ്പനികളുടെ വക്താവാണ് ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ്. അല്ലാണ്ട് അമേരിക്കൻ ജനതയുടെ ഒരു പ്രതിനിധിയൊന്നുമല്ല ട്രംപ് എന്ന് പറയുന്നത്. ഈ കോർപ്പറേറ്റുകളുടെ വക്താവാണ്. അപ്പോൾ ചിലർ പറഞ്ഞു അത് അവിടെയെല്ലാം അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് നമുക്കെന്താ, മറ്റു ലോകരാഷ്ട്രങ്ങളല്ലേ. പക്ഷേ മുതലാളിത്തത്തിൻ്റെ, സാമ്രാജ്യത്വത്തിൻ്റെ ഈ ഇടപെടലും അവരുടെ കുതന്ത്രങ്ങളും കേരളത്തിലെ ഓട്ടോറിക്ഷക്കാരനെ ബാധിക്കുന്നു. എണ്ണ അമേരിക്ക നിശ്ചയിക്കുന്ന വിലക്ക് വാങ്ങിയാൽ ഇവിടെ കൂടുതൽ പെട്രോളിനും ഡീസലിനും വില കൊടുക്കേണ്ടതായിട്ട് വരുന്നു, നമ്മുടെ അടുക്കളയിലോളം എത്തുന്നു. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന മുതലാളിത്ത അധിനിവേശത്തിൻ്റെ അല്ലെങ്കിൽ മുതലാളിത്ത മൂലധന അധിനിവേശത്തിൻ്റെ ബുദ്ധിമുട്ട്. എന്നാൽ അതിനെ ആ അർത്ഥത്തിലുള്ള രാഷ്ട്രീയമായി ഉൾക്കൊള്ളാൻ പലപ്പോഴും കഴിയുന്നില്ല. അത് വേണ്ടത്ര പഠിപ്പിക്കാൻ ഇന്നത്തെ ലോക സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് കൊണ്ട് അത് സത്യമല്ലാതാവുന്നില്ല. കേട്ടില്ലേ? രണ്ടാമത്തത്, മുതലാളിത്ത മൂലധനം അതിനെ ഉപയോഗപ്പെടുത്തണോ കേരളത്തിൽ? കേരളം എടുക്കാം നമുക്ക്. കേരളം ഇന്ത്യയുടെ ഒരു സംസ്ഥാനമാണ്. ഞാൻ പറഞ്ഞു,
ഇവിടെ നമുക്ക് വലിയ തോതിൽ സമ്പത്ത് എവിടെന്നെങ്കിലും വേറെ ശേഖരിച്ചിട്ട് കേരളത്തിൻ്റെതായിട്ടുള്ള ഭരണം ഒരു സോഷ്യലിസത്തിലേക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ഇവിടെ ഇനിയും അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ പരിഹരിച്ച് കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ആ മേഖലയിൽ ഒരു കണ്ണോടിച്ചത് കൊണ്ടാണ് വീടില്ലാത്തവർക്ക് വീട്, റേഷൻ കടകൾ എല്ലാ ഗ്രാമങ്ങളിലും എന്നെല്ലാം പറഞ്ഞിട്ടൊരു ആശ്വാസം കൊടുത്തു. ആശ്വാസത്തിൻ്റെ ചവിട്ടുപടിയിലാണ് ഇടത്തരക്കാരും ഉയർന്ന ഇടത്തരക്കാരുമായിട്ട് കേരളം വളർന്നു വന്നത്. അതൊരു ഭാഗത്ത്. ഇനി കേരളത്തിന് ഈ നേടിയെടുത്ത നേട്ടങ്ങൾ സസ്റ്റെയിൻ ചെയ്യണം. കേട്ടില്ലേ? ഇനി ആ പഴയ കാലത്ത് ഒരു നേരം മാത്രം ആഹാരം കഴിക്കുന്ന പട്ടിണിയിലേക്ക് കേരളീയ കുടുംബങ്ങൾ പോകാൻ പറ്റുമോ? രോഗം വന്നാൽ ചികിത്സിക്കാത്ത അവസ്ഥയിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ നേടിയെടുത്ത നേട്ടങ്ങൾ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ കേരളത്തിനും വരുമാനം ഉണ്ടാവണം. കേന്ദ്ര ഗവൺമെൻറ് മതിയായത്ര വിഹിതം തന്നാൽ കുഴപ്പമില്ല. പക്ഷേ സംസ്ഥാനങ്ങളോട് പലപ്പോഴും കാണിക്കുന്നത് വിവേചനമാണ്. ഞാൻ അത് ദീർഘിപ്പിച്ച് പറയുന്നില്ല. പിന്നെ ഒരു സംസ്ഥാന ഗവൺമെൻറ് തനതായിട്ട് എന്തെങ്കിലും വരുമാനമുള്ള ചില കാര്യങ്ങൾ ചെയ്താലേ മതിയാവൂ. എവിടെ ചെയ്യണം? അപ്പോഴാണ് ചില മേഖലകളിൽ സ്വകാര്യ മൂലധന നിക്ഷേപം പ്രോത്സാഹിപ്പിക്കേണ്ടതായി വരുന്നത്. പക്ഷേ ഒരു ഇടതുപക്ഷമായതുകൊണ്ട് തന്നെ അതിന് അനിയന്ത്രിതമായി നിങ്ങളിവിടെ മൂലധനം ഇറക്കി നിങ്ങൾ കൊള്ള ചെയ്ത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയാൻ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് പറ്റില്ല. അതുകൊണ്ടാണ് ഇത്തരം കരാറുകൾക്ക് ചില നിബന്ധനകൾ വെക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ് തയ്യാറായത്. ഇപ്പോൾ വലിയ ലോകരാഷ്ട്രമായിട്ടുള്ള ചൈന തന്നെ സോഷ്യലിസം കെട്ടിപ്പടുക്കുകയാണ്. പക്ഷേ അവർ പറയുന്നത് ലോക മുതലാളിത്തത്തിൻ്റെ കയ്യിലാണ് വമ്പിച്ച ധനമുള്ളത്. ആ മുതലാളിത്ത മൂലധന നിക്ഷേപത്തിനൊരു അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട് ചൈനയിൽ. ഷാങ്ഹായിലൊക്കെ നിങ്ങൾക്ക് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ കാണാം. ഞാൻ പണ്ട് 10-20 കൊല്ലം മുമ്പ് ചൈനയിൽ പോയപ്പോൾ ഇതെന്താ ഇങ്ങനെ ചോദിച്ചു അവിടുത്തെ പാർട്ടി നേതൃത്വത്തോട്. ചോദിക്കാം, ഇൻട്രാക്ഷനാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഷാങ്ഹായിൽ ഇത്തരത്തിലുള്ള സോൺ അനുവദിച്ചിട്ടുണ്ട്, ഏത് മുതലാളിക്കും മൂലധനം ഇറക്കാൻ ലാഭം കൊയ്യാം. പക്ഷേ അവരുണ്ടാക്കുന്ന ലാഭത്തിൽ ഒരു നിശ്ചിത ശതമാനം ചൈനയുടെ ഗ്രാമങ്ങളിലേക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വിഹിതമായിട്ട് തരണം എന്ന നിബന്ധനയുണ്ട് അവിടെ. അതവർ കൃത്യമായി പാലിക്കുന്നുണ്ട്. നമ്മളിവിടെയുള്ള കലഹം എന്താ? ഇന്ത്യ ഗവൺമെൻറ്റിനോട് ഇന്ത്യയിലെ ഭരണാധികാരികൾ, കോൺഗ്രസ് ആയാലും BJP ആയാലും, ഈ മുതലാളിത്ത മൂലധന നിക്ഷേപം നടത്തുന്ന ഇടങ്ങളിൽ അത് ഇന്ത്യൻ ഖജനാവിലേക്ക് മുതൽക്കൂട്ടാക്കാനുള്ള പണിയെടുക്കുന്നില്ല. സർവതന്ത്ര സ്വതന്ത്രമായിട്ട് ഇപ്പോൾ ഇന്ത്യയിലെ വലിയ കോർപ്പറേറ്റുകൾ, ഇന്ത്യയിലുണ്ടല്ലോ കോർപ്പറേറ്റ് മുതലാളിമാർ, അദാനി അടക്കം, നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ പരിധിയിൽ വരുന്ന ബാങ്കുകളിൽ നിന്നടക്കം കോടികൾ ലോൺ എടുക്കുന്നു. ആ ലോണും പലിശയും അവരെ കൊണ്ട് അടപ്പിക്കുമ്പോഴല്ലേ ഇന്ത്യയിലെ ട്രഷറി നിറയുക. പക്ഷേ എന്താ ചെയ്യുന്നത്? എത്ര ലക്ഷം കോടികളാണ് ഈ തൊട്ടടുത്ത 29 ലക്ഷം കോടി ഈ കഴിഞ്ഞ 5-8 വർഷത്തിനുള്ളിൽ റൈറ്റ് ഓഫ് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനും അരി കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ചെറുതെങ്കിലും NREG വഴി തൊഴിൽ കൊടുക്കാനും കൂലി കൊടുക്കാനുള്ള പണം ഈ ട്രഷറിയിൽ ഇല്ലാതാവുകയല്ലേ ചെയ്യുന്നത്. ഇതാണ് ഇന്ത്യ ഗവൺമെൻറ്, കോൺഗ്രസും BJPയും തുടരുന്ന മുതലാളിത്ത പ്രീണന നയമെന്ന് ഞങ്ങൾ പറയുന്നത്. അതിൻ്റെ അർത്ഥം മുതലാളിത്തത്തിൻ്റെ മൂലധനം ഇങ്ങനെ വ്യാപിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ ആ മൂലധനം എവിടെയെങ്കിലും നിക്ഷേപിച്ചാലേ ഒരു വികസനം വരൂ എന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാതിരിക്കാൻ കഴിയാത്ത വിധം ഇടതുപക്ഷവും അതിൽ കുടുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരുള്ള സമയത്ത് വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി കരാർ ഒപ്പിട്ടു. ആ കരാറിലും ചില വ്യവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 49% ഓഹരി അദാനിക്ക് കൊടുക്കാമെന്നും ബാക്കി സർക്കാർ ഉടമസ്ഥതയിൽ അദാനി കൺസ്ട്രക്ട് ചെയ്യുന്ന ആളാണ്. എന്നാൽ അതിൻ്റെ ഭൂമിയും കാര്യങ്ങളും എല്ലാം പൂർണ്ണമായി അദാനിക്ക് വിട്ടുകൊടുക്കുകയല്ല. ഇത്ര വർഷത്തേക്ക് അതായത് പോർട്ട് ആരുണ്ടാക്കും? ഇതാണ് നമുക്ക് കേരളത്തിന് പോർട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഈ പോർട്ടൊക്കെ ഉണ്ടാക്കാൻ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള അതോറിറ്റികൾ നമ്മുടെ കോപ്പറേറ്റീവ് മേഖലയിലൊന്നും ഇല്ലല്ലോ. ഇത് ഇന്ത്യ ഗവൺമെൻറ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലല്ല. ഇത്തരം കാര്യങ്ങൾ ഇന്ത്യയിലെ ഗവൺമെൻറ് കൊടുക്കുന്നത് അദാനിയെ പോലുള്ള ആളുകൾക്കാണ്. അദാനിയെ ഇവിടെ എടുക്കാൻ കാരണവും കേരളത്തിലെ ഗവൺമെൻറ് മാത്രമല്ലല്ലോ. പോർട്ടിൻ്റെ അനുമതി തരാൻ ഉത്തരവാദി കേന്ദ്രമാണ്. നിർമ്മാണ അനുമതി തരണമെങ്കിൽ അവരുടെ സജഷനാണ് അദാനിയാണ് ഇവിടെ പോർട്ട് ഉണ്ടാക്കാൻ വരിക എന്നുള്ളത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ആ അദാനിക്ക് പോർട്ട് ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് അദാനി പോർട്ട് ഉണ്ടാക്കുന്നു, അദാനി കൈകാര്യം ചെയ്യുന്നു, ഇത്ര വർഷം കഴിഞ്ഞാൽ തിരിച്ചു തരുന്നുള്ള പലതരത്തിലുള്ള കരാറുകളുണ്ട്. ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഉണ്ട്. അതുപോലെ തന്നെ PPP ആയിട്ട് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനോടുകൂടി ആയ കാലം മുഴുവൻ പബ്ലിക്കും പ്രൈവറ്റും കൂടി നടത്തുക, ലാഭവിഹിതത്തിലൊരു വിഹിതം പബ്ലിക്കിന് കിട്ടുക എന്നതുണ്ട്. എന്നാൽ പൂർണ്ണമായും വിട്ടുകൊടുത്തിട്ട് ഭൂമി അവർക്ക് കൈമാറുന്നു, എന്നിട്ട് അവർ ബിൽറ്റ് ചെയ്ത് അവർ ലാഭം എടുത്ത് കൊണ്ടുപോകുന്ന പ്രോജക്റ്റും ഉണ്ട്.
വിഴിഞ്ഞം പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു സേ അതിനകത്ത് ഗവൺമെൻറ്റിന് നിർത്തിക്കൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതിലാണ് ഈ ഷെയർ ഹോൾഡർമാർ എന്ന് പറയുമ്പോൾ 49% ഷെയറുകൾ അദാനിക്ക് സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ ഭൂമിയും കാര്യങ്ങളും മറ്റുമായിട്ട് ഗവൺമെൻറ് ഉടമസ്ഥയിൽ നിൽക്കുന്ന ഭാഗത്തിൻ്റെ അധിപതി ഗവൺമെൻറ്റായിട്ട് തുടരുന്നു. പോർട്ട് അദാനിയുടേതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും ഷെയർ ഇപ്പുറം നിൽക്കുമ്പോൾ ഈ ലാഭവിഹിതത്തിലൊരു പങ്ക് ഗവൺമെൻറ്റിലേക്ക് വരും. അത് സംസ്ഥാന ഗവൺമെൻറ്റിനും ഉണ്ടൊരു വിഹിതം. ഇതുപോലും വളരെ സുഖകരമായ ഒരു കരാറായിരുന്നില്ല ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ഒപ്പിട്ടത്. LDF വന്നപ്പോൾ മുന്നിലുള്ള ചോദ്യം എന്താ? വിഴിഞ്ഞം പോർട്ട് ഉണ്ടാക്കണോ വേണ്ടയോ? ഉണ്ടാക്കണ്ടെന്ന് തീരുമാനിച്ച ഇറ്റ്സ് ഓക്കെ, ഞങ്ങളൊരു സഹകരിക്കുന്നില്ല, ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് നമ്മളെ മറികടന്നല്ല, വിഴിഞ്ഞം പോർട്ട് ഗവൺമെൻറ്റിൻ്റെയും കൂടിയാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അദാനി വന്ന് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ വർത്തമാനമാണ്, പിന്നെ നമ്മൾ വേറെ സമരം ചെയ്യാന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആലോചിച്ചത് സംസ്ഥാന ഗവൺമെൻറ്റിന് കൂടി ഗുണകരമായി വരുന്ന രീതിയിൽ ഈ പോർട്ട് ഉണ്ടാകണമെന്ന് കേരളത്തിനും ആഗ്രഹമുണ്ട്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷം ഇത്തരത്തിലുള്ള വികസനങ്ങളോട് പുറംതിരിഞ്ഞ് നിന്നാൽ എന്താ ഇടതുപക്ഷത്തെ വിശേഷിപ്പിക്കുക? നൂറ്റാണ്ട് കാലത്തുള്ള തത്വശാസ്ത്രമാണ് ഇവർ പറയുന്നത്. വികസനത്തോടൊന്നും ഇവർക്ക് താല്പര്യമില്ല. പുതിയ അല്ലാതെ മാറിയല്ലോ തലമുറ. പുതുതായിട്ട് വരുന്ന ചെറുപ്പക്കാർക്ക് അഭ്യസ്ത വിദ്യർക്ക് അവരാഗ്രഹിക്കുന്ന അവരുടെ ജീവിത മേഖലയിലേക്ക് അവരെ വിന്യസിച്ചുകൊണ്ടേ സോഷ്യലിസം കെട്ടിപ്പടുക്കാൻ സാധിക്കൂ. പഴയതുപോലെ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും മാത്രമൊന്നും അല്ല അവരുടെ ആഗ്രഹങ്ങൾ. അതിൻ്റെ ആകാശമൊക്കെ വളരെ വിപുലമായി. അപ്പോൾ അതുകൂടി പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അനുദിനം ജീവിത സാഹചര്യത്തിൽ ജീവിത സൂചികയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒന്നായിട്ട് സോഷ്യലിസ്റ്റ് ആസൂത്രണ രീതിയും മാറേണ്ടതായിട്ടുണ്ട്. പക്ഷെ അടിസ്ഥാന ഘടകം എന്താ? ഈ സ്വത്ത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ പബ്ലിക് സെക്ടറിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിൽക്കുന്നുവോ അല്ല നിയന്ത്രണത്തിൽ നിൽക്കുന്നുവോ അല്ല ഇതിലൊരു പങ്കുമില്ലാണ്ട് പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കപ്പെടുന്നുവോ? നവലിബറൽ ആശയങ്ങൾ കൊണ്ടുവന്നപ്പോൾ കംപ്ലീറ്റ് സ്വകാര്യവൽക്കരണമാണ്, പ്രൈവറ്റൈസേഷനാണ് മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ ആഗ്രഹിക്കുന്നത്. നിയന്ത്രണമില്ലാത്ത ചൂഷണമാണ്. പക്ഷെ വിഴിഞ്ഞത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ് വന്നപ്പോൾ പരിശോധിച്ചപ്പോൾ ഇതിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ഒപ്പിട്ട കരാറുണ്ട്. ഇനി അദാനിക്ക് ഇങ്ങനെയൊന്നും കൊടുക്കേണ്ടതില്ല, അദാനി ഒരു ബിൽഡർ മാത്രമായിട്ട് വന്നാൽ മതി എന്നൊന്നും പറയാനുള്ള അവകാശം LDF ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നില്ല. അദാനിയെ അതിൽ നിന്ന് കരാറിൽ നിന്ന് ഒഴിവാക്കിയാൽ അയാൾക്ക് നഷ്ടപരിഹാരവും കൊടുക്കേണ്ടി വരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം കരാർ ബ്രേക്ക് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇതിന് കോമ്പറ്റൻ്റ് ആയിട്ടുള്ളതും വേറൊരാളെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഏതായാലും അദാനിയെ തന്നെ നിർത്തിക്കൊണ്ട് പോർട്ടിൻ്റെ നിർമ്മാണം തുടരാനാണ് തീരുമാനിച്ചത്. പക്ഷേ അതിനകത്തുള്ള ബൈലോ, അതിൻ്റെ നിയമാവലികളനുസരിച്ച് ഈ അദാനിക്ക് കൊടുത്തിട്ടുള്ള ഷെയറുകളുടെ 25% കൂടുതൽ സ്ഥാപനത്തിന് വിൽക്കണമെങ്കിൽ, കൈമാറണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം. ഇതാണ് അതിൻ്റെ അകത്തെ തീരുമാനം. അത്രയും ഒരു കടിഞ്ഞാൺ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതൊന്നും വളരെ എളുപ്പമല്ല. ഓൾ ഇന്ത്യ തലത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങളാണ് പലപ്പോഴും മേധാവിത്വം വഹിക്കുക. പക്ഷേ നമ്മളായ രീതിയിൽ നമ്മൾ അതിൽ ഉറച്ചു നിന്നു. അതുകൊണ്ടാണ് LDF ഗവൺമെൻറ്റിൻ്റെ അവസാനം വരെ നേരിട്ട് ആളുകളെ ചൂഷണം ചെയ്യുന്ന ഈ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾക്ക് ഈ കരാർ, ഈ ഷെയർ കൈമാറ്റം ചെയ്യാൻ എന്തായാലും വിഹിതമോ ലാഭവിഹിതമോ എന്തോ ആവട്ടെ അത് ആസ്തി കൈമാറ്റം ചെയ്യാൻ തയ്യാറാവാതിരുന്നത് അതുകൊണ്ടാണ്. LDF ഭരണം മാറിയപ്പോൾ അദാനി ഗ്രൂപ്പ് അത്യാഹ്ലാദഭരിതരായി. കാരണം ഇനി അവർക്ക് ഈ LDFൻ്റെ നിയന്ത്രണത്തെ പേടിക്കണ്ട. നമ്മളും അദാനി അടുപ്പിക്കില്ല എന്നുള്ള സമീപനമല്ലല്ലോ സ്വീകരിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഗുണമുണ്ടായി. 1000-ലേറെ കപ്പലുകൾ അവിടെ വന്നു. വലിയ ഒരു ഫ്ലറിഷായിട്ട് മാറിയ തീരം, അതിൻ്റെ സൈഡ് ബൈ സൈഡായിട്ട് വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ജനജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം UDF വന്നപ്പോൾ ഞങ്ങളുടെ ഒരു പരാതി, അവരാഗ്രഹിച്ചിരുന്ന എന്നാൽ LDF ഗവൺമെൻറ്റുള്ള സമയത്ത് നടപ്പാക്കാൻ കഴിയാതിരുന്ന ഒരു വിൽപ്പന, അതിനെ അങ്ങനെ തന്നെ പറയാം മലയാളത്തിൻ്റെ പേരിൽ, അത് നടത്താൻ അദാനി തയ്യാറായിരിക്കുന്നു. അങ്ങനെ വിൽപ്പന നടത്തിയാൽ നമുക്ക് ഇതിനകത്തുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാതായി പോവുകയും, ഇപ്പോൾ ഉള്ള പരിമിതമായ നിയന്ത്രണങ്ങൾ അതില്ലാതായി പോവുകയും നമ്മുടെ ഈ തീരവും ഈ സമ്പത്തും പൂർണ്ണമായി വൻകിട കോർപ്പറേറ്റുകളുടെ കൊള്ളയ്ക്ക് പാത്രമാവുകയും നമുക്കതുകൊണ്ട് കാര്യമായിട്ടൊന്നും, പിന്നെ തൊഴിൽ സുസ്ഥിരതയടക്കം ഇപ്പോൾ പറഞ്ഞ ഈ കോറോ ഹെൽത്ത് പിരിച്ചുവിട്ടതുപോലെ ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ ഇപ്പോൾ ഉള്ള തൊഴിലാളികൾ വേണ്ട എന്ന് പറഞ്ഞ് വിഴിഞ്ഞത്തെ ആ തൊഴിലാളികളെ ആകെ പിരിച്ചുവിട്ടിട്ട് അവർ കുറച്ചും കൂടി കുറഞ്ഞ കൂലിക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിച്ചാൽ പിരിഞ്ഞു പോകേണ്ടി വരും. നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ അവിടെ കുറച്ച് ജോലിയും കൂടിയാണ് നമ്മൾ കാണുന്നത് ആളുകൾക്ക്. അപ്പോൾ ആ നിയന്ത്രണം, ഉള്ള നിയന്ത്രണം പോലും
എടുത്തു കളയുന്നു എന്നുള്ളതാണ്. അതിൽ LDFിൻ്റെ വീഴ്ചയല്ലേ തുടരുന്നതും ചോദിക്കാൻ വകുപ്പില്ല. കാരണം LDFിന് ചെയ്യാൻ അത്രേ കഴിയുമായിരുന്നു. ആ കഴിയുന്നത് വെച്ച് പോർട്ടുണ്ടാക്കി 5400 കോടി ഉറുപ്പിക നമ്മൾ സമാഹരിച്ചു കിഫ്ബിയിലൂടെ. എന്നിട്ട് നൽകിയിട്ടാണ് 2500 ചില്ലറയാണ് അദാനി മുതലിറക്കിയിട്ടുള്ളത്. ബാക്കി കേരള ഗവൺമെൻറ് മുതലിറക്കിയതാണ്. ഈ ചോദ്യം ഇപ്പോൾ കേരളത്തിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിട്ട് എനിക്ക് തോന്നിയില്ല. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പം ശ്രീ മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 4000 താഴെയാണ് നമ്മൾ ഡിസ്ബേഴ്സ് ചെയ്തിരിക്കുന്നത്. പക്ഷേ 5500 കോടി രൂപ എന്നിട്ടാണ് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്. അദാനിയുടെ അവരുടെ അവകാശപ്രകാരം അവർ ഏകദേശം 4000 കോടി രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അവരുടെയും കണക്ക്. പക്ഷേ അതാണ് ഇപ്പം ഏകദേശം ഒരു 27,000 കോടി രൂപയുടെ മൂല്യം എന്നുള്ള നിലയിലേക്ക് വരികയും അതിന് 49% വിറ്റായുള്ള 13,000 കോടി രൂപ അത് മോണിറ്റൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടാണ്. ഇത് നമുക്ക് കേരളത്തിലെ മനുഷ്യരോട് പറയാൻ പറ്റുന്ന ഒരു സാമ്പത്തിക രാഷ്ട്രീയ കാലാവസ്ഥ ഇല്ല എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് അങ്ങനെയാണല്ലോ ബിസിനസ്സുകൾ നടക്കുന്നത്. അതായത് അദാനി 4000 കോടി രൂപ മുടക്കുന്നു, അയാൾ 27,000 കോടി രൂപയുടെ അസറ്റ് ഉണ്ടാക്കുന്നു. സംസ്ഥാന സർക്കാർ 5500 കോടി രൂപ കൊടുക്കുന്നു, നമ്മൾ 1% 35 കിട്ടുന്നു. അങ്ങനെയൊക്കെയാണ് പണമുള്ളവർ പണം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കോറോ ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെയാണ് ലോകത്ത് ബിസിനസ്സുകൾ. നിങ്ങൾക്ക് തൊഴിലാളികളുടെ കാര്യം തൊഴിലാളി നോക്കിക്കൊള്ളണം എന്നുള്ളൊരു വർത്തമാനത്തിന് കേരളത്തിൽ ഇന്ന് സാങ്കത്യമുണ്ട്. അതിന് കേൾവിക്കാരുണ്ട്. അത് ശരിയല്ല എന്ന് പറയുന്ന നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ എങ്ങനെയാണ് 20 വയസ്സ് കഴിഞ്ഞ മനുഷ്യരോട് പറഞ്ഞ് ഫലിപ്പിക്കുന്നത്? അതൊരു വലിയ വെല്ലുവിളിയായിട്ട് നിങ്ങളുടെ മുമ്പിലില്ല? തീർച്ചയായിട്ടും വെല്ലുവിളിയാണ്. പക്ഷെ അതാണ് സത്യം, യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും ജനങ്ങളെ യാഥാർത്ഥ്യബോധമുള്ളവരാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ള ശ്രമകരമായ ജോലിയാണ് ഇടതുപക്ഷത്തിന്. അവനവന് അനുഭവം വരുമ്പോൾ പലരും പഠിക്കുകയാണ്. പണ്ട് യുദ്ധത്തിനെക്കുറിച്ച് നമ്മുടെ സ്വരാജ് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു അല്ലേ? അവനവൻ്റെ വീട്ടുമുറ്റത്ത് ബോംബ് പൊട്ടുന്നത് വരെ യുദ്ധം ചിലർക്ക് അതിർത്തിയിലെ പൂരമാണ്. ആ ചെറുപ്പക്കാരനത് പറഞ്ഞപ്പോൾ എന്തൊക്കെ പറഞ്ഞ് അയാളെ പരിഹസിച്ചു. പക്ഷേ യുദ്ധം അവനവൻ്റെ അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടറിൻ്റെ വിലവർദ്ധനവായി വന്നപ്പോൾ എന്നിട്ട് പോലും എല്ലാവരും മനസ്സിലാക്കിയിട്ടില്ല. പ്രത്യക്ഷത്തിൽ ചിലർ കാണുന്നത് ഈ ഗവൺമെൻറ്റല്ലേ കുറക്കേണ്ടത് എന്നാണ്. ഗവൺമെൻറ്റിന് എവിടുന്ന് കാശ്? ഗവൺമെൻറ്റിന് എങ്ങനെയാണ് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് കുറക്കാൻ കഴിയുക എന്ന യുക്തി ചിന്തിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അതാണ് ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഇല്ല എന്ന് പറയുന്നവരില്ലേ. അപ്പോൾ ഇന്നത്തെ ലോകം മുതലാളിത്തത്തിൻ്റെ ആസുരമായ നുണപ്രചരണത്തിന് വശംവദമാകുന്ന രോഗമാണ്. പിന്നെ ആത്യന്തികമായിട്ടുള്ള സസ്റ്റൈനബിലിറ്റി ഉണ്ടാവണം ജീവിതത്തിന്, സുരക്ഷിതത്വത്തിന് എന്ന് കാണാൻ കഴിയാത്ത ഇന്നിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ. അത് പുതിയ തലമുറ മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. ചെറുപ്പക്കാരുടെ ഇടയിൽ നന്നായിട്ട് ചിന്തിച്ച് ഭാവി എങ്ങനെ അപകടത്തിലാകും ഈ മുതലാളിത്ത നയം വഴി എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നവരുണ്ട്. എന്നാൽ പ്രായമുള്ളവരെല്ലാവരും യുക്തി ചിന്തിക്കുന്നവരാണെന്ന് പറയാൻ പറ്റില്ല. അവർ അത്തരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ചിന്ത തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഇന്നിൽ അഭിരമിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. ഇപ്പോൾ കയ്യിൽ കാശുണ്ട്, ജോലിയുണ്ട്, അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല. അതാണ് എനിക്ക് വളരെ നല്ല ശമ്പളമുള്ളൊരു ജോലി. ഈ കോറോ ഹെൽത്തിൽ ജോലി ചെയ്ത ചെറുപ്പക്കാരടക്കം പിരിച്ചുവിടുന്നത് വരെ തങ്ങളെ പെട്ടെന്ന് പിരിച്ചുവിട്ടുകളെന്ന് വിചാരിച്ചിട്ടില്ല. ജോലി സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു, അവരെ കൊണ്ട് വല്ലാതെ കഷ്ടപ്പെടുത്തിയിരുന്നു. പക്ഷേ അപ്പോഴും അവർ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ ജോലിയാണ്, തരക്കേടില്ല അല്ലേ. ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് സുരക്ഷിതരാണ് എന്ന ബോധം ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്താ? കൂലി കിട്ടാത്തൊരു കർഷക തൊഴിലാളിയും ഈ ടെക്നോ പാർക്കിലും ഇത്തരം സ്ഥാപനങ്ങളിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളിയും ഒരേപോലെ അരക്ഷിതരാണ്. കാരണം ഇത് ഒരു ഗവൺമെൻറ്റിൻ്റെ പൊതുവായിട്ടുള്ള നിയന്ത്രണങ്ങളെ വകവെക്കാതെ തളച്ച് വളരുന്ന സ്ഥാപനങ്ങളാണ്. ആർക്കും ഒരു നിയന്ത്രണവും ഇല്ലാതെ ഏത് ചൂഷണവും ചെയ്യുന്നവരാണ്. അതിനെ കരുതിയിരുന്ന് ആ മുതലാളിത്ത ആശയഗതിയെ എതിർത്തുകൊണ്ട് നല്ല രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ടായിക്കൊണ്ട് മാത്രമേ ഈ മുതലാളിത്ത അധിനിവേശത്തെ ചെറുക്കാൻ പറ്റുള്ളൂ. ആ രാഷ്ട്രീയം ഇന്ന് ഇല്ലാതായിരിക്കുന്നു ഒരു വലിയ അളവിൽ. അതാണ് ലോകത്തിലാകെ ഉണ്ടായ വലതുപക്ഷവൽക്കരണം. ഇനി ഈ സാമ്പത്തിക കാര്യം മാത്രമാണോ? എന്താ ലോകത്തിൻ്റെ ചിന്ത? നമ്മൾ ഒരു ഘട്ടത്തിൽ 30കളിലെ ഹിറ്റ്ലറുടെ നാസി വിളയാട്ടം കണ്ടതല്ലേ? അധികാരഭ്രാന്ത്, ആര്യരക്തം സിരകളിൽ ഒഴുകുന്നവർ മാത്രമാണ് ശരിയായ മനുഷ്യർ. ഞാൻ ഈ അടുത്ത നാൾ ജർമ്മനിയിൽ പോയിരുന്നു. അവിടെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് കണ്ടു. പിന്നെ ഏറ്റവും വലുതല്ല, അതിന് തൊട്ട് താഴെയുള്ള രണ്ടാമത്തെ ഡക്കാവു എന്ന് പറയുന്ന ക്യാമ്പാണ്, ആഷ്വിറ്റ്സ് അല്ല. ശരിക്കും കുറേ നാളത്തേക്ക് നമുക്ക് ഉറക്കം വരില്ല. നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിലും മനുഷ്യരെ ഈ വർണ്ണത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ പച്ച മനുഷ്യരെ പിടിച്ചുകൊണ്ട് വന്നിട്ട്
അവിടെ കൊല്ലുകയാണ്, വെട്ടിത്തറച്ച് കൊല്ലുന്നു, ഗ്യാസ് വിഷവാതകം ശ്വസിപ്പിച്ച് എന്താണ് അവർ ചെയ്ത തെറ്റ്? പിന്നെ അവിടെ ചില സാഡിസ്റ്റുകളായിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാർ കുട്ടികളെല്ലാം വരഞ്ഞു കീറി സയാമീസ് ഇരട്ടകളെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് തുന്നിക്കൂട്ടി ഒരുമിച്ച് പെടപ്പിച്ച് അങ്ങനെയെല്ലാം. ഇതെല്ലാം ഒരു അധികാര പ്രമത്തതയുടെ ഭാഗമായിട്ട് വരുന്ന വലതുപക്ഷ ചിന്താഗതിയാണ്. ഞങ്ങൾ മാത്രമാണ് മെച്ചപ്പെട്ടവർ. ഇന്ത്യയിലും ആ വലതുപക്ഷ ആശയം വരികയാണ്. ലോകത്ത് നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് ആശയഗതികളാണ് ശരി, മനുഷ്യത്വമുള്ളത്, എല്ലാ മനുഷ്യരെയും സമന്മാരായി കാണുന്നത്, എല്ലാവരും രക്ഷപ്പെട്ടുകൊണ്ട് സമൂഹം രക്ഷപ്പെടണം, കൂടുതൽ ഉന്നതിയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന സോഷ്യലിസ്റ്റ് ആസൂത്രണ പ്രക്രിയയാണ് ശരിയെങ്കിലും ലോകത്ത് എന്താ ഇപ്പോൾ കാണുന്ന മഹാഭൂരിപക്ഷം രാഷ്ട്രങ്ങളിലും വലതുപക്ഷ മനസ്സുള്ള ട്രംപിനെ പോലുള്ള ഭരണാധികാരികളല്ലേ വരുന്നത്. അത് ലോകം ഇത് ഉൾക്കൊള്ളുന്നതിലുള്ള മനുഷ്യരാണ്. മനുഷ്യർ ചിലപ്പോൾ ഇതൊന്നും വേഗം ഉൾക്കൊണ്ടുവന്ന് വരില്ല. വലിയൊരു ബുദ്ധിമുട്ട് സഹിച്ചൊരു പതനത്തിലെത്തുമ്പോഴാണ് അയ്യോ ഇത് മറ്റതായിരുന്നു ശരിയെന്ന് തോന്നുക. പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഒരു പരിഭവം പറയാൻ പാടുണ്ടോ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് മാത്രം പറഞ്ഞ് വേർതിരിച്ച് നിർത്താൻ പറ്റില്ല. കാരണം ലോകത്തിലെല്ലാമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് ആശയവും നേരിടുന്നത് ഒരേ വെല്ലുവിളിയാണ്. അതൊന്ന് ഫ്യൂഡൽ അധികാര പ്രമത്തതയിൽ നിന്ന് ജാതി വർണ്ണ വെറികൾ ഉള്ളവർ വളർന്നു വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആശയം ഏതാ? ഇടതുപക്ഷമാണ്. കാരണം ഇടതുപക്ഷമാണ് അവർക്ക് കോടാലിയായിട്ട് വരിക. അതുകൊണ്ടാണ് ഹിറ്റ്ലർ കമ്മ്യൂണിസ്റ്റുകാരെയും ജൂതന്മാരുടെ കൂടെ പിടിച്ചു കൊണ്ടുപോയിട്ട് കൊന്നു കളഞ്ഞത്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ആരാണ് ഈ BJP ഗവൺമെൻറ്റിൻ്റെ പ്രധാന ശത്രു? തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ഞങ്ങളായിരിക്കില്ല, ഓപ്പോസിറ്റ് കോൺഗ്രസ്സോ അല്ലെങ്കിൽ പ്രാദേശിക വേറെ പാർട്ടി ആയിരിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടാണ് ഗോൾവാൾക്കറുടെ പുസ്തകത്തിനകത്ത് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ എന്നുള്ളതിൻ്റെ കൂടെ കമ്മ്യൂണിസ്റ്റുകാർ ശത്രുക്കളാണെന്ന് എഴുതി വെച്ചത്? കമ്മ്യൂണിസ്റ്റുകാരാണ് എല്ലാ മനുഷ്യരും സമന്മാരാണെന്നുള്ള വാദം ഉന്നയിക്കുന്നത്. ആ സമവാദം ആളുകളെ ഒരുമിച്ച് നിർത്തിയാൽ, ജാതി മതത്തിന് അതീതമായിട്ടുള്ള ഒരു ശാസ്ത്രചിന്തയിലേക്ക് കൊണ്ടുപോയാൽ ജാതിയും മതവും പറഞ്ഞ് വേർതിരിച്ച് തമ്മിലടിപ്പിച്ച് അത് ചവിട്ടി അധികാരത്തിലേക്ക് വരാൻ പറ്റില്ല. എല്ലാ ഫാസിസ്റ്റുകളുടെയും നോട്ടം മനുഷ്യരെ പരമാവധി ഓരോ സെക്ടറാക്കിയിട്ട് വേർതിരിച്ച് വെച്ചിട്ട് അത് ഓരോന്നിനെയും തങ്ങളിലേക്ക് അടുപ്പിച്ചിട്ട് അവർ വഴി അധികാരത്തിലെത്തുക, ജാതീയമായി വേർതിരിക്കുക, മതപരമായി ഒന്നിപ്പിക്കുക, എന്നിട്ട് അവരെ ചവിട്ടി അധികാരത്തിലെത്തുക. ഇത് അതിസമർത്ഥമായ തന്ത്രമാണ്. ഈ തന്ത്രം ജനങ്ങളുടെ മനസ്സിലെത്തിക്കാൻ അവർക്ക് എന്തൊക്കെയുണ്ട്? വലിയ മൂലധനമുണ്ട്. കോടിക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ച് എല്ലാ മാധ്യമങ്ങളെയും വിലക്കെടുത്ത് അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഇടതുപക്ഷത്തിനെതിരെ നുണപ്രചരണങ്ങൾ നടത്താൻ അവർക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ വലതുപക്ഷ ആശയഗതിയാണ് ശരി, അല്ലേ? ഇന്ത്യ ഹിന്ദുവിൻ്റെതാണെന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൽ ജനിച്ച ഒരു പാവപ്പെട്ട മനുഷ്യന് നല്ലതല്ലേ പറയുന്നത് എന്ന് തോന്നിക്കും വിധം അതിൻ്റെ അപകടത്തെ കാണാൻ കഴിയാതെ ഇവരുടെ കൂടെ വൈറ്റ് പൈപ്പറിൻ്റെ കൂടെ എലിക്കുഞ്ഞുങ്ങൾ ഓടിപ്പോയതുപോലെ ഓടിപ്പോയി ഇത് മുക്കിക്കൊല്ലു ഒരിടത്ത് എന്നുള്ളതറിയാത്ത ജനത ആകർഷകമാണ് മതപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷ ആശയഗതികൾ തൊഴിലാളിയുടെ അവകാശവും മുതലാളിയുടെ ചൂഷണവും അതിനെതിരെയുള്ള വർഗസമരമൊന്നും ആകർഷകമായി പറയാൻ പറ്റില്ല. അത് ജീവിത യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നില്ല, കേരളത്തിലെ ഇടതുപക്ഷത്തിൽ നിന്ന് ആളുകളെ അകറ്റി നിർത്തുന്നതിനുള്ള അതിസമർത്ഥമായ പ്രചരണ തന്ത്രവും വലിയ തോതിലുള്ള പണമൊഴുക്കലുമാണ് സ്വീകരിച്ചിരിക്കുന്നത്. താങ്കൾ ചോദിച്ചല്ലോ ഇലക്ഷനിലെ പരാജയം അത് ഏതെങ്കിലും നേതാക്കളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടുണ്ടായ പരാജയമൊന്നുമല്ല. ചിലപ്പോൾ ഞങ്ങളുടെ എല്ലാം ഭാവഭാവാദികളൊക്കെ ചിലപ്പോൾ കുറച്ച് മാറ്റം വരുത്തേണ്ടതൊക്കെ ഉണ്ട്, അത് മാറ്റം വരുത്തും, വിരോധവുമില്ല. പക്ഷേ എന്താ ഉണ്ടായത്? എത്ര കോടികളാണ് ഓരോ മണ്ഡലത്തിൽ ഒഴുക്കിയത്. കോൺഗ്രസ് ആയാലും BJP ആയാലും ചിലയിടത്ത് അവർ തമ്മിൽ ഒരു സന്ധി ഉണ്ടായില്ലേ? BJP ജയിച്ച 3 മണ്ഡലത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ 3-ാം സ്ഥാനത്താണ്. അവരുടെ വോട്ട് ഇടതുപക്ഷത്തേക്കല്ലല്ലോ വന്നത്, അവരുടെ വോട്ട് പോയത് കോൺഗ്രസ്സിലേക്ക്. അപ്പോൾ ഒരു ക്രോസ് വോട്ടിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ മത്സരിച്ച മണ്ഡലത്തിൽ BJPയുടെ കുറേ വോട്ട് UDF സ്ഥാനാർത്ഥിക്ക് പോയിട്ടുണ്ട് എന്ന് താങ്കൾക്കറിയുന്ന നാടും കൂടിയല്ലേ അത്? എനിക്കുറപ്പാണ്. അത് ഇങ്ങനെ ഇലക്ഷനെല്ലാം കഴിഞ്ഞപ്പോൾ ചിലയിടത്ത് നിന്നല്ല ഇങ്ങനെ പറയുന്നു. പക്ഷെ നമുക്ക് ആധികാരികമല്ലാതെ ഒരു സൗഹൃദ സംഭാഷണത്തിൽ കിട്ടിയ കാര്യം പകർത്തി വലിയ പൈസ വാങ്ങിയിട്ട് ഇന്ന ആളുകൾ വഴി BJPയുടെ വോട്ടുകൾ UDFന് പോയി. എനിക്ക് പോയി എന്ന് ഉറപ്പാണ്. പക്ഷേ അതെനിക്ക് ഒരു വസ്തുതയായിട്ട് പറയണമെങ്കിൽ എൻ്റെ കയ്യിൽ തെളിവ് വേണം. അങ്ങനെ തെളിവുകളില്ലാതെ ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള നല്ല സാമർഥ്യം ഈ 2 ബൂർഷ്വാ പാർട്ടികൾക്കും ഉണ്ട്, കോൺഗ്രസിനും BJPക്കും. അതുകൊണ്ട് അവർ പ്രചരിപ്പിക്കുന്നത് ഒരു വശം മാത്രമാണ്. ഇത്
ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു സ്ഥാനാർത്ഥി നിർണ്ണയിച്ചുള്ള ഒരു പാളിച്ചയുണ്ടായോ, അല്ലെങ്കിൽ ഞങ്ങൾ ആളുകളോട് സംസാരിക്കുന്ന രീതി ശരിയല്ലയോ, ആ ഒരു കാര്യം മാത്രം പർവ്വതീകരിച്ച് പറയുകയും അതിൻ്റെ മറപറ്റി നടത്തിയ ഈ ദുഷ്പ്രചരണങ്ങളെല്ലാം മറച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു സൗകര്യം, അതിനുള്ള കരുക്കൾ, അതിനുള്ള എക്യുപ്മെൻറ്റ് അവരുടെ ഭാഗത്തുണ്ട്. അത് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ വളരെ എളുപ്പമല്ല, പക്ഷേ ജനങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ചിലപ്പോൾ അത് പഠിക്കും. അതിനകത്തുള്ള ഒരു പ്രശ്നം, ഈ ഭരണം മാത്രം മതി, രാഷ്ട്രീയം വേണ്ട എന്നിരുന്ന നിലപാട് CPM-ന് ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഭരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള മട്ടിലേക്ക് CPM-ഉം പോയിട്ടുണ്ടായിരുന്നില്ലേ? പൊളിറ്റിക്സ് പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പാളിച്ചകൾ പറ്റിയിട്ടില്ല. ഈ വ്യത്യാസം മനുഷ്യരെ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യത്തിൽ, നിങ്ങൾക്ക് 10 വർഷം കിട്ടിയപ്പോൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എത്രത്തോളം മുമ്പോട്ട് പോയിട്ടുണ്ട്? കറക്റ്റ്. ആ വശമാണ് ഞങ്ങൾ ഏറ്റവും ശക്തമായിട്ട് പരിശോധിക്കുന്നത്. ഞങ്ങൾ ഭരണം മാത്രം മതി എന്ന ചിന്തയിലേക്കൊന്നും പോയിട്ടില്ല. കാരണം ഭരണരംഗത്തുള്ളത് ഈ പാർട്ടിക്കകത്തെ കുറച്ച് പേരാണ്. കേട്ടില്ലേ? ഈ പാർട്ടി മെമ്പർമാരുടെ, നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ 10-60 പേര് മാത്രമല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാരായിട്ട് കഴിഞ്ഞ അസംബ്ലിയിൽ വന്നിട്ടുള്ളൂ. 99 പേരെല്ലാവരും കൂടി ചേർന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. ആ 60 പേർ ഭരണരംഗത്തേക്ക് പോയി എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരെല്ലാം ആ രംഗത്തായിരുന്നില്ല പ്രവർത്തിച്ചിരുന്നത്. കർഷക സംഘം പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, അല്ല, അവരുടേതായിട്ടുള്ള, അവരെല്ലാം സ്വതന്ത്രമായിട്ടുള്ള സംഘടനകൾ കൂടിയാണ്. അപ്പോൾ ഡൽഹിയിൽ കൃഷിക്കാർ വലിയ സമരം നടത്തിയപ്പോൾ കേരളത്തിലെ കർഷക സംഘം ആ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. DYFI ഒരു ബഹുജന സംഘടനയാണ്, CPM-ൻ്റെ ഘടകമൊന്നുമല്ല അത്. പക്ഷേ DYFI CPM-നെ അനുകൂലിക്കുന്ന ആളുകളാണ് കൂടുതൽ അതിലുള്ളത്. അപ്പോൾ അവർ യുവാക്കളുടെ പ്രശ്നം ഏറ്റെടുത്തിട്ട് നിരവധി കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു തരക്കേട് ഞങ്ങൾക്ക് പറ്റിയെന്ന് ഞങ്ങൾ ഇപ്പോൾ കാണുന്നത്, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം വളരെ ചിട്ടയായിട്ട് നടക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഈ ഗവൺമെൻറ്റിനെ സഹായിക്കണം, ഗവൺമെൻറ് ചെയ്യുന്ന പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അതിനെ സഹായിക്കണം. ഈ ഒരു തിരക്കിനിടയിൽ ആ ഒരു മിലിറ്റൻ്റായിട്ടുള്ള ഞങ്ങളുടെ സംഘടനാ ചിട്ടക്ക് ചില പ്രദേശങ്ങളിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട്. കാരണം കൃത്യമായിട്ട് ഞങ്ങളുടെ ബ്രാഞ്ച് യോഗങ്ങൾ ചേരുന്നുണ്ടോ, പ്രാദേശികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും കൃത്യമായിട്ട് ഓരോ ബ്രാഞ്ചും ഇടപെടുന്നുണ്ടോ, പ്രാദേശിക തൊഴിലാളി പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ മൊബിലൈസേഷൻ ഉണ്ടാക്കുന്നതിൽ തീരെ ചെയ്തിട്ടില്ല എന്നല്ല, ഞങ്ങൾക്ക് കുറവ് വന്നിട്ടുണ്ടോ, ചില ഇടങ്ങളെല്ലാം വന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയാണ്. അപ്പോൾ ഭരണം ഒരു ഭാഗത്തുണ്ടാകുമ്പോഴും പാർലമെൻ്ററി പ്രവർത്തനവും പാർട്ടിയുടെ സംഘടനാ ചിട്ടയും അത് പൂർണ്ണമായിട്ടും കാത്തു സൂക്ഷിക്കാൻ, പാർട്ടി വിദ്യാഭ്യാസം ചെയ്യിക്കാൻ പുതുതായിട്ട് വന്ന പാർട്ടി മെമ്പർമാർ, ഇതിൽ ഞങ്ങളുടെ പാർട്ടി മെമ്പർഷിപ്പിൽ പകുതിയിലേറെയും പുതിയ പാർട്ടി മെമ്പർമാരാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്നവരാണ് ഭൂരിപക്ഷവും. അതിൽ തന്നെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള വലിയ ശതമാനം മെമ്പർ, കൃത്യമായി പറഞ്ഞാൽ 2016 ശേഷം മെമ്പറായിട്ടുള്ളൊരു പാർട്ടി മെമ്പർ കാണുന്നത് എന്താ, വലിയ കുഴപ്പമൊന്നുമില്ല, റേഷനരി ഉണ്ട്, മറ്റ് സൗകര്യങ്ങളുണ്ട്, യാത്രാ സൗകര്യമുണ്ട്, എല്ലാം ഉണ്ട്, ആശുപത്രി നന്നാകുന്നു, സ്കൂൾ നന്നാകുന്നു, ഇതെല്ലാം ഉണ്ട്. വലിയൊരു അമ്പരപ്പില്ലാത്തൊരു കാര്യമാണ് കാണുന്നത്. ആ സഖാക്കളെ ഈ കേന്ദ്രത്തിലുള്ള BJP ഗവൺമെൻറ്റിൻ്റെ ഈ ഇരട്ട നയം, ഡബിൾ എൻജിൻ എന്ന് പറയുന്നതിനേക്കാളും ഡബിൾ നയമാണ് അവർ പറയുന്നത്. ഒന്ന്, ലോകത്തിലെ മുതലാളിത്തത്തെ അംഗീകരിച്ച് സാമ്രാജ്യത്വത്തിന് വിധേയരാകുന്നു. കണ്ടില്ല, റഷ്യ എണ്ണ വാങ്ങണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, ഞങ്ങൾ വാങ്ങില്ല, അതിന് വിധേയമാകുന്നു. രണ്ടാമത്തത് വലതുപക്ഷ വ്യതിയാനം, കടുത്ത വർഗീയ ഫാസിസത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വേണ്ടത്ര പഠിപ്പിച്ചുകൊണ്ട് ഒരു ഭരണവർഗ വിരുദ്ധ വികാരം ജനങ്ങളിൽ ഉണ്ടാക്കി അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ ഉറപ്പിച്ചു നിർത്താൻ, ആ വികാരം പൂർണ്ണമായി ഉൾക്കൊണ്ടാൽ ചെറിയ പിണക്കത്തിന് പിണങ്ങിപ്പോവില്ല. കേട്ടില്ലേ, അയാളെ പഞ്ചായത്ത് പ്രസിഡൻ്റാകാൻ പരിഗണിച്ചില്ല, ഇയാളെ മറ്റേതാവാൻ പരിഗണിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വ്യക്തിപരമായ താല്പര്യങ്ങൾ കൂടി ഇല്ലേ? വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിപരമായ അവരുടെ ഭാഗത്ത് മാത്രമല്ല, പാർട്ടിയുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ലേ? അല്ല, അത് എങ്ങനെയാണ്? അങ്ങനെ എന്തെങ്കിലും ആരുടെ അടുത്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യും. ഇപ്പോൾ നമുക്ക് അത് പറയുമ്പോൾ എങ്ങനെയാണ് പറയുക, നമ്മൾ വ്യക്തമായ ഒരു കാരണം ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്ന കാരണം അത് ശരിയായില്ല, അത് ഈ സഖാവിൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിൽ വന്നതാണ്, അത് തിരുത്തണം എന്ന് പറയാൻ ഇതിനകത്ത് സാധിക്കണം. അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതല്ല, ഭീമമായ ഭാഗം അത് വന്നിട്ടുണ്ട്. വലിയ ഭാഗം ഞാനീ പറഞ്ഞതാണ്. ഈ ആളുകളെ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെന്ന് പറയുമ്പോൾ ആരാ? നേതൃത്വമാണ്. ഞങ്ങൾ മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടി എന്നാ പറയുക. അവർ പൊളിറ്റിക്കലൈസ്ഡ് ആവാത്തതിന് ആ പാവപ്പെട്ട താഴത്തെ സഖാവാണ് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് അവരുടെ തലയിൽ കെട്ടിവെച്ചിട്ട് മാറാനല്ല തയ്യാറാവുക. അതിന് പകരം ഇവിടെ അവരെ അങ്ങനെ പൊളിറ്റിക്കലൈസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടുന്നവർ സമയക്കുറവെല്ലാം വന്ന്, എന്തുകൊണ്ടാണ് സമയക്കുറവ് വരുന്നത്? നമ്മൾ ഇപ്പുറത്തുള്ള ഒരു വലിയ പ്രവർത്തനത്തിൽ ഭാഗവാക്കാകുന്നതാണ്. അതിൽ മാത്രം കേന്ദ്രീകരിച്ചു കൂടാ.
ഈ പ്രവർത്തനം നടത്തി പാർട്ടി ശക്തമായുള്ളിടത്തെല്ലാം പാർട്ടി വോട്ടൊന്നും ചോർന്നു പോവാതെ കിട്ടിയിട്ടുണ്ട്. അപൂർവം ചില പാർട്ടി കേന്ദ്രങ്ങളിലാണ് ചില പ്രത്യേക പ്രശ്നങ്ങൾ കാരണം വോട്ട് ചോർച്ചയുണ്ടായത്. ബാക്കിയുള്ളിടത്ത് അങ്ങനെയല്ല. പാർട്ടി ദുർബലമായ പ്രദേശത്ത് ടീച്ചർ അത് എത്രത്തോളം റിയലിസ്റ്റിക് ആണ്? എക്രോസ് കേരള പാർട്ടിക്ക് വോട്ട് പോയില്ല. എക്രോസ് കേരള പാർട്ടിക്കാരുടെ വോട്ട് പോയി എന്നുള്ളത് അംഗീകരിക്കാൻ പാർട്ടിക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ പരിശോധനയിലും രേഖയിലും പറഞ്ഞത്. സാധാരണ ഒരു ചെറിയ ശതമാനം വോട്ട് അപ്പുറം ഇപ്പുറമൊക്കെ പോകുന്നതാണ്. എന്നാൽ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് CPIMൻ്റെ വോട്ട്, CPIMൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പാർട്ടിയോട് എത്ര എതിർപ്പുണ്ടായാലും പാർട്ടി നയങ്ങളോടൊക്കെ എല്ലാ കാലത്തും ചില കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടാവാറുണ്ട്. പക്ഷേ പാർട്ടിയുടെ പോളിസി, പാർട്ടി നടത്താനിരിക്കുന്ന വിപ്ലവം, പാർട്ടി നാട്ടിലെ ബഹുജനങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സാമൂഹ്യ അന്തരീക്ഷം, ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളുകൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രശ്നത്തിൻ്റെ പേരിൽ പാർട്ടിക്കെതിരായിട്ട് വോട്ട് ചെയ്യില്ല. കേട്ടില്ലേ? എന്നാൽ ഇത്തവണ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൂടി, നമ്മുടെ ചിട്ടയായിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിലൂടെ ആളുകളെ ബോധ്യപ്പെടുത്തി കൂടെ നിർത്തുന്നതിൽ ഒരു പിന്നോക്കാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ കഴിയും ഞങ്ങൾ ഇടപെട്ടാൽ. അങ്ങനെ വന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ചില പ്രശ്നങ്ങൾ ചില ആളുകൾക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോൾ പാർട്ടി പറയുന്നത് ശരിയല്ല എന്ന് തോന്നി. എന്നിട്ട് ആ ശരിയല്ലായ്മ എങ്ങനെ പ്രകടിപ്പിച്ചു? പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരായിട്ട് വോട്ട് ചെയ്യുന്നതിലെത്തി. അത് വലിയ പോരായ്മയാണ്. ഞങ്ങൾ സാധാരണ അനുഭവിക്കാത്തൊരു പ്രശ്നമാണത്. വന്നു, അത് റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയെ കണ്ണടച്ചിരുട്ടാക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഇനി ആ വോട്ട് ചെയ്ത ജനങ്ങൾ അപ്പാടെ വേറെ ഏതെങ്കിലും പക്ഷത്ത് പോയി അതൊന്നുമില്ല, അങ്ങനെയൊന്നും പോകുന്നില്ല. അവർ പാർട്ടിയിലുണ്ട്. പക്ഷെ അവരൊരു ദേഷ്യം പ്രകടിപ്പിച്ചു, നിങ്ങൾ ചെയ്തത് തെറ്റാ, അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ ഇങ്ങനെ പ്രതികരിക്കുന്നു. അവരെ ആകെ പാർട്ടിയുടെ പൊതു മുദ്രാവാക്യമാണ് ഇത് മാത്രമല്ലല്ലോ, അതിൻ്റെ കൂടെ ഉറപ്പിച്ച് നിർത്തി ഇടതുപക്ഷ ആശയത്തിൽ നല്ല നിശ്ചയദാർഢ്യമുള്ളവരായി വിമർശിക്കേണ്ടത് വിമർശിക്കുകയും പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവരാണ് അവർ എന്നുകൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട്, പിന്നെ പാർട്ടി ചെയ്ത കുറേ നല്ല കാര്യങ്ങൾ, പാർട്ടി വഴി ഗവൺമെൻറ് വഴി പാർട്ടി ചെയ്തിട്ടുള്ള ഒരുപാട്, അതാണല്ലോ ഈ ജനങ്ങളെ ഇങ്ങനെ ഇടത്തരമൊക്കെ ആയിട്ട് മാറ്റിയത് 57 മുതൽ. അതെല്ലാം അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ പാർട്ടിയുടെ കൂടെ നിൽക്കേണ്ടത് ഒരു കാലത്തേക്കാളും പ്രധാനമായി ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ഒന്ന്, മറ്റ് രണ്ടുപേരും കോൺഗ്രസും BJP ആണല്ലോ, അവർ രണ്ടുപേരും ഈ നവലിബറൽ ആശയങ്ങളെ ലക്കും ലഗാനും ഇല്ലാണ്ട് പിടിച്ചു കൊണ്ടുവരികയാണ്. യാതൊരു നിയന്ത്രണവും ഇല്ലാതെ നമ്മളതിൽ പെട്ടുപോകുന്നവരാ കൊണ്ടുവരികയാണ്. രണ്ടാമത്തത്, കടുത്ത വിവേചനത്തിൻ്റെ രാഷ്ട്രീയം, മതപരമായിട്ടുള്ള അത് ഭയങ്കര സ്പർദ്ധ. ഇപ്പം അയോധ്യയിലെല്ലാം നടന്ന കൊള്ള കണ്ടില്ലേ? എന്താ നടക്കുന്നത് ഭക്തിയുടെ പേരിൽ? ഇവിടെ ഒരു ശബരിമലയിൽ ഞങ്ങളുടെ ദേവസ്വം ബോർഡ് അംഗങ്ങളായ 2 പേർ അന്നേരം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് സ്വർണം മുഴുവൻ കട്ടത് സഖാക്കളാണെന്ന് പ്രചരിപ്പിക്കാൻ എത്ര എളുപ്പമായിരുന്നു. ആളുകൾ ഈ ഒഴുക്കിനും ഓളത്തിനും അങ്ങ് വിളിച്ചല്ലോ, സ്വർണം കട്ടവരാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. അപ്പോൾ നാട്ടിൻപുറത്ത് കാണുന്ന ഓരോ സഖാവിനെയും ചൂണ്ടിയിട്ട് സ്വർണം കട്ട ആളെന്ന് പറയുമ്പം ആ കമ്മ്യൂണിസ്റ്റുകാരന് അനുഭവിച്ചുള്ളൊരു വ്യഥ എത്രയായിരിക്കും? അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അപ്പോൾ ഇപ്പോൾ കട്ടതോ ഭക്തശിരോമണികളായി ശ്രീരാമന് ക്ഷേത്രം പണിയാൻ വേണ്ടി ഉത്സാഹിച്ച് കൂടെ നിന്ന ആളുകൾ, ഞങ്ങളാണ് എല്ലാ ഭക്തിയുടെയും ഉടമകളെന്ന് അവകാശപ്പെട്ടവർ പ്രതികളായിരിക്കുന്നു. അപ്പോൾ ഇത് ജനങ്ങളെ വഞ്ചിക്കാൻ സാധിക്കുന്നു. യഥാർത്ഥത്തിലുള്ള വസ്തുത കാണാതെ കമ്മ്യൂണിസ്റ്റുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളതാണ് വലിയ പ്രശ്നം. അത് പരിഹരിക്കാൻ ഞങ്ങളുടെ നാക്കേ ഉള്ളൂ പോയിട്ട് സംസാരിക്കാൻ. വലിയ മാധ്യമങ്ങളില്ല, പുസ്തക മാധ്യമങ്ങളില്ല, ആകെയുള്ളത് ഒരു കൈരളിയും ദേശാഭിമാനിയൊക്കെ വെച്ചിട്ട് എത്ര സാധിക്കും? അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ആളുകളെ നേരിട്ട് കാണുക, അവരുമായിട്ട് നിരന്തരമായി ചർച്ച ചെയ്യുക, അവരെ വസ്തുത ബോധ്യപ്പെടുത്തുക. അവരങ്ങനെ പാർട്ടി വിട്ട് പോകുമൊന്നുമില്ല. അവർ കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നിട്ടുമുണ്ട്. ആരും പോവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ കൂട്ടത്തോടെ കേരളത്തിൽ ഇടതുപക്ഷ പാർട്ടിയെ വിട്ടുകൊണ്ട് ഏതെങ്കിലും ബൂർഷ്വാ പാർട്ടിയിലൊക്കെ പോയി ചേരുക എന്നുള്ളത് അങ്ങനെ ചെയ്യും തോന്നുന്നില്ല. കാരണം അത്ര അടിത്തറയൊക്കെ ഇടതുപക്ഷത്തിന് കേരളത്തിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അഹങ്കരിച്ചിരിക്കാനല്ല, ഈ വന്ന പോരായ്മ കണ്ട് എല്ലാ ആളുകളെയും കണ്ട് സംസാരിച്ച് വസ്തുത ബോധ്യപ്പെടുത്തി അവരെ തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ സജീവമായി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ടീച്ചർ, താങ്ക്സ് അ ലോട്ട്. താങ്ക് യു.